കേരളത്തെ നടുക്കിയ കൈവെട്ട് കേസിലെ പ്രധാനപ്പെട്ട പ്രതിയെ മട്ടന്നൂരിൽ നിന്ന് ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്ത സംഭവം കേരളം തീവ്രവാദികൾക്ക് എത്രമാത്രം സുരക്ഷിതമാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇന്ത്യയിൽ ഭീകരന്മാർക്ക് ഒളിച്ചു താമസിക്കാൻ കഴിയുന്ന ഏറ്റവും സുരക്ഷിതമായ സംസ്ഥാനം കേരളമായി മാറിക്കഴിഞ്ഞു. മട്ടന്നൂരിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മട്ടന്നൂരിലാണ് CPM-ന് ഏറ്റവും വലിയ പാർട്ടി ഗ്രാമങ്ങളുള്ളത്. ഭരിക്കുന്ന കക്ഷിക്ക് ഏറ്റവും വലിയ പാർട്ടി ഗ്രാമങ്ങളുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് കേരള പോലീസിന്റെ മൂക്കിന് താഴെ ഈ ഭീകരവാദി ഒളിച്ചു താമസിച്ചത്. എത്രമാത്രം സുരക്ഷിതമായി കേരളത്തിൽ ഭീകരന്മാർക്ക് ഒളിവിൽ കഴിയാൻ കഴിയുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഭീകരവാദികളെ സഹായിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ. തടിയന്റെ അവിടെ നസീറിനായാലും മറ്റ് ഭീകരന്മാരുടെ കേസുകളെല്ലാം നോക്കിയാൽ അവർ ഒളിച്ചു താമസിക്കാൻ കണ്ടെത്തുന്ന സ്ഥലം CPM-ന്റെ പാർട്ടി ഗ്രാമങ്ങളാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഗ്രാമത്തിൽ മറ്റാർക്കും പ്രവേശനമില്ല. പത്രക്കാർക്ക് പോകാൻ കഴിയില്ല, അന്വേഷണ ഏജൻസികൾക്ക് പോകാൻ കഴിയില്ല, പോലീസിന് ശരിയായ നിലയിൽ കേസ് അന്വേഷിക്കാൻ കഴിയില്ല. അവിടെ എല്ലാം കാണുന്നത് മതഭീകരന്മാരെ വലിയ തോതിൽ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ്. ഈ സംഭവം കേരളത്തിലെ പോലീസിന്റെ സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കേണ്ട സംഭവമാണ്. 13 വർഷം കേരളത്തെ നടുക്കിയ ഏറ്റവും വലിയ ഒരു ഭീകരവാദ ആക്രമണത്തിലെ ഒന്നാം പ്രതി ആരുടെയും കണ്ണിൽപ്പെടാതെ അവിടെ ഒളിച്ചു താമസിച്ചു എന്നുള്ളതാണ്. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ചോദ്യപേപ്പറിലെ മതനിന്ദ ആരോപിച്ച് പോപ്പുലർ ഫ്രണ്ട് പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ 13 വർഷത്തിനു ശേഷം ഒന്നാം പ്രതി അറസ്റ്റിൽ. ജോസഫ് സാറിന്റെ കൈവെട്ടിയ സവാദിനെ NIA പിടികൂടിയത് കണ്ണൂർ മട്ടന്നൂരിൽ നിന്ന്. ഭീകര സംഘടനകളുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ സംസ്ഥാനത്ത് സജീവമാണെന്ന സംശയം ബലപ്പെടുത്തുന്നു സവാദിന്റെ ഒളിവ് ജീവിതം. ലോകം മുഴുവൻ ഇയാൾക്കായി അരിച്ചു പെറുക്കുമ്പോഴാണ് കാസർഗോഡ് നിന്ന് കല്യാണം കഴിച്ച് മരപ്പണിക്കാരനായി സവാദ് കഴിഞ്ഞു വന്നത്. പാർട്ടി ഗ്രാമങ്ങൾ നിറഞ്ഞ മട്ടന്നൂരിൽ പോപ്പുലർ ഫ്രണ്ടുകാരൻ ഒളിച്ചു കഴിഞ്ഞത് CPM ഒത്താശയോടെയാണെന്ന് BJP ആരോപിക്കുന്നു. മത തീവ്രവാദത്തിന്റെ പേരിൽ കേരളത്തെ നാണക്കേടിലാക്കിയ കൈവെട്ട് കേസിൽ മുഖ്യ സൂത്രധാരന്മാർ പുറത്തു നിൽക്കുമ്പോൾ 13 വർഷത്തിനു ശേഷം ഒന്നാം പ്രതി പിടിയിലാകുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. തീവ്രവാദികളുടെ സുരക്ഷിത താവളമോ കേരളം? പ്രൈം ഡിബേറ്റിൽ രാഷ്ട്രീയ നിരീക്ഷകരായ ശ്രീ ശ്രീജിത്ത് പണിക്കർ, ശ്രീ മോഹൻ വർഗീസ്, പ്രോപ്പർ ചാനലിന്റെ പ്രതിനിധി ശ്രീ MK ഹരിദാസ്, CPM സഹയാത്രികൻ ഡോക്ടർ B ജയരാജ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ മോഹൻ വർഗീസ്, എന്തായാലും 13 വർഷത്തിനു ശേഷം ഒന്നാം പ്രതിയായ സവാദ് പിടിയിലാകുന്നു. അത് അന്വേഷണ ഉദ്യോഗസ്ഥരെ അതിന്റെ പേരിൽ അഭിനന്ദിക്കാം. പക്ഷേ 13 വർഷം സവാദ് കേരളത്തിൽ കണ്ണൂരിൽ ഉണ്ടായിരുന്നു എന്നത് അത് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമല്ലേ? കണ്ണൂരിൽ തന്നെയാണ് ഇത്രനാൾ എന്നതിൽ കൃത്യമായ വിവരമില്ല. പക്ഷെ കേരളത്തിൽ ഇയാൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അത് ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ? ലോകം മുഴുവൻ ഇയാൾക്കായി തെരച്ചിൽ നടത്തുകയായിരുന്നുവല്ലോ. മഞ്ജുഷ്, ദീർഘമായ 13 സംവത്സരം കേരളം മുഴുവൻ തെരഞ്ഞിരുന്ന, രാജ്യം മുഴുവൻ തെരഞ്ഞിരുന്ന ഒരു കുറ്റവാളി, ഒരു കൊടും കുറ്റവാളി, കൈവിട്ട കേസിലെ പ്രതി നമ്മുടെ മുൻപിൽ തന്നെ കാണാമറയത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നത് തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. ഇതിൽ 13 വർഷം പൂർണ്ണമായും അദ്ദേഹം പ്രതി സവാദ് കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നതിന് ഇപ്പോൾ സ്ഥിരീകരണമില്ല. അദ്ദേഹം കൃത്യത്തിന് ശേഷം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടക്കുകയും നേപ്പാളിലെത്തുകയും അവിടെ നിന്നും അഫ്ഗാനിസ്ഥാനിലേക്കും പാകിസ്ഥാനിലേക്കും ഒരുപക്ഷെ IS ഭീകരർ ഉള്ള സ്ഥലങ്ങളിലേക്കും ഒക്കെ, സിറിയയിലേക്കും ഒക്കെ പലായനം ചെയ്തു എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും തന്നെ സ്ഥിരീകരണമില്ല. സ്ഥിരീകരണമുള്ള കാര്യങ്ങൾ, അദ്ദേഹം കാസർഗോഡെത്തി വിവാഹം കഴിച്ചു, കണ്ണൂർ താമസിച്ചു, ഇപ്പോൾ കഴിഞ്ഞ 9 മാസമായി മട്ടന്നൂർ താമസിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ മട്ടന്നൂർ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ പ്രദേശത്തൊക്കെ അതിശക്തമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രാധാന്യമുള്ള, വലിയ സ്വാധീനമുള്ള പാർട്ടി ഗ്രാമങ്ങൾ തന്നെയുള്ള സ്ഥലമാണ്.
പുറത്തുനിന്നും, പ്രത്യേകിച്ച് എറണാകുളം ജില്ലക്കാരനായ ഒരാൾ പ്രത്യേക തരം ഭാഷാശൈലിയുമായി അവിടെ വന്ന് താമസിക്കുമ്പോൾ അത് ആരുടെയും കണ്ണിൽ പെട്ടില്ല എന്ന് പറയുന്നത് വളരെ ദുരൂഹമാണ്. അപ്പോൾ ഏറെക്കാലം അങ്ങനെ ഒരു സ്ഥലത്ത്, വളരെ ദൂരെ ഒരു സ്ഥലത്ത് ഒളിവിൽ താമസിക്കുന്നതിന് ഉറപ്പായും തീർച്ചയായും പ്രാദേശികമായ സഹായം ലഭിച്ചിട്ടുണ്ടാകണം. അദ്ദേഹം കണ്ണൂർ തിരഞ്ഞെടുക്കാനും മട്ടന്നൂർ തന്നെ തിരഞ്ഞെടുക്കാനും മലബാർ പ്രദേശത്തു നിന്നും വിവാഹം കഴിക്കാനും ഒക്കെ എടുത്ത തീരുമാനത്തിൻ്റെ കേവലം യാദൃച്ഛികമാണ് എന്ന് കരുതാനാവില്ല. അതുകൊണ്ട് ഒരുപാട് സംശയങ്ങളാണ് അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ കണ്ടെത്തിയ പ്രധാനപ്പെട്ട പ്രതി, ഒന്നാം പ്രതി, 2 മുതൽ 11 വരെയുള്ള പ്രതികളെല്ലാം തന്നെ അറസ്റ്റാവുകയും വിചാരണ ചെയ്യപ്പെടുകയും അവർക്ക് ശിക്ഷ ലഭിക്കുകയും ചെയ്തതാണ്. 2 റൗണ്ട് വിചാരണയും ശിക്ഷാവിധികളും എല്ലാം കേരളം സാഗൂതം കാതോർത്തതാണ്. ഇവിടെ മഞ്ജുഷ്, ഇവിടെ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഈ റാഡിക്കൽ ഇസ്ലാമിൻ്റെ വളർച്ച. അത് അതിദ്രുതം വളരുന്ന ഒരു 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 പ്രത്യയശാസ്ത്രമാണ്. അത് പ്രത്യേകിച്ചും 9/11 2001 ശേഷം ലോകക്രമത്തിൽ അതിഭീകരമായ മാറ്റങ്ങളാണ് വന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ റെസിസ്റ്റൻസ് മൂവ്മെൻ്റ് ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇവിടെ സിമി, സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻ്റ് ഓഫ് ഇന്ത്യ, അതിൻ്റെ ഓഫ് ഷൂട്ട്, അത് നിരോധിക്കപ്പെട്ടപ്പോൾ അതിന് ഓഫ് ഷൂട്ടായി വന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വരികയും ഇപ്പോൾ 2022 സെപ്റ്റംബർ മാസം 28-ാം തീയതി അതിനെ നിരോധിക്കുന്ന കാലം വരെ എത്തി. പക്ഷേ ഇവിടെ വരുന്നത് പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന നിരോധിക്കപ്പെട്ടേക്കാം. പക്ഷേ പോപ്പുലർ ഫ്രണ്ട് മുന്നോട്ട് വെക്കുന്ന ചില ആശയങ്ങളുണ്ട്. ആ ആശയങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ നെഞ്ചിലേറ്റുന്നുണ്ടോ, അതോ സ്ലീപ്പർ സെല്ലുകളായി ഇവർക്ക് പ്രവർത്തിക്കുന്നതിന് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം കൂട്ടുനിൽക്കുന്നുണ്ടോ, അതോ വോട്ട് ബാങ്ക് രാഷ്ട്രീയം നോക്കിക്കൊണ്ട് മുസ്ലിം ജനസാമാന്യത്തിൻ്റെ ഒരു തീവ്ര വികാരമുള്ള ഒരു വിഭാഗത്തിലേക്ക് ഇറങ്ങുന്നതിൻ്റെ ഭാഗമായി ഈ വിഭാഗത്തിൻ്റെ ഗുഡ്വില്ലിന് വേണ്ടി ആ വിഭാഗം അതിൻ്റെ പിണിയാളുകളായിരുന്ന ആളുകൾ, പ്രതികളായി ചേർക്കപ്പെട്ടവരെ സമൃദ്ധമായി ഒളിപ്പിക്കാൻ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം കച്ചകെട്ട് ഇറങ്ങിയിട്ടുണ്ടോ, രഹസ്യമായി ചെയ്യുന്നുണ്ടോ എന്നെല്ലാമുള്ള സംശയങ്ങളാണ്, വലിയ സംശയങ്ങൾ ഉയർത്തുന്നതാണ്. കാരണം 13 വർഷമാണ് ഇയാൾ, ഈ കൈവെട്ടിയ ഈ സവാദ് എന്നയാൾ ഒളിച്ചു കഴിഞ്ഞത്. അത് വിദേശത്തേക്ക് രക്ഷപ്പെട്ടു കഴിഞ്ഞു എന്നുള്ള രീതിയിലുള്ള വിലയിരുത്തലുകൾ വന്നപ്പോഴാണ് ഇപ്പോൾ NIA പിടിയിൽ സവാദ് അകപ്പെടുന്നത്. ശ്രീജിത്ത് പണിക്കർ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസികൾ കേരളത്തിൽ നിന്ന് തീവ്രവാദ ബന്ധമുള്ള ആളുകളെ പിടികൂടുമ്പോൾ സംസ്ഥാന പോലീസിനെ അറിയിക്കാതെയാണ് വരുന്നത്. അത് പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. വിവരങ്ങൾ ചോർന്നു പോകുമെന്ന് NIAക്ക് കൃത്യമായിട്ട് ധാരണയുണ്ട്. ഇവിടെയും അത് തന്നെ സംഭവിച്ചു. മട്ടന്നൂരിൽ എത്തി വേരത്തെ എന്നൊരു സ്ഥലത്ത് നിന്ന് ഇയാളെ പിടികൂടുമ്പോൾ സംസ്ഥാന പോലീസ് അറിഞ്ഞിരുന്നില്ല. അപ്പോൾ NIA ആ ഒരു സൂക്ഷ്മത ഇവിടെയും വെച്ച് പുലർത്തി. അപ്പോൾ ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? വിവരങ്ങൾ ചോർന്നു പോകുന്നുണ്ട് സംസ്ഥാന പോലീസിൽ നിന്ന്. മഞ്ജുഷ്, ന്യായമായും അങ്ങനെ തന്നെ സംശയിക്കണം. കാരണം നമുക്കറിയാം, ഇവിടെ പോപ്പുലർ ഫ്രണ്ടിനെ നാബ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വളരെ പെട്ടെന്ന് കുറേയധികം റെയ്ഡുകൾ, കാര്യങ്ങളൊക്കെ പല ആൾക്കാരുടെയും ഓഫീസുകളിലെ, വീടുകളിലെ ഒക്കെ നടന്നിരുന്ന സമയത്തും ലോക്കൽ പോലീസിന്റെ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ലോക്കൽ പോലീസിനെ അറിയിച്ചുകൊണ്ട് ഒരു ഓപ്പറേഷൻ നടത്തിക്കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ഡേറ്റ, അതിന്റെ ഒരു എത്രത്തോളം സുരക്ഷിതമായിട്ട് അത് സൂക്ഷിക്കണം എന്നതിന്റെ ഒരു ഇന്റഗ്രിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് വളരെ കാര്യമായിട്ടുള്ള സംശയങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം ഏറ്റവും കൂടുതൽ ഫോഴ്സുകളുള്ള ലോക്കൽ പോലീസിനെ അറിയിക്കാതിരിക്കുന്നതോ, അല്ലെങ്കിൽ അറിയിക്കുകയാണെങ്കിൽ പോലും അവസാന നിമിഷം പരിമിതമായിട്ടുള്ള ഇൻഫർമേഷൻ മാത്രം അവരെ അറിയിക്കുകയോ ഒക്കെ തന്നെ ചെയ്യുന്നത്. അപ്പൊ ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു രീതിയാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്നതിനെപ്പറ്റി നമുക്ക് നേരിട്ടല്ലാതെ നൽകുന്ന ചില സൂചനകളാണ്. കേരളത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ തീവ്രവാദ സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് റിട്ടയർ ചെയ്ത് പോകുന്ന സമയത്ത് കേരള പോലീസ് ചീഫ് ആയിരുന്ന DGP ആണ്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ തലപ്പത്തുള്ള ഒരാളിന് റിട്ടയർ ആയി പോകുന്ന സമയത്തെങ്കിലും കൺവിക്ഷനോടുകൂടി അങ്ങനെ ഒരു കാര്യം പറയാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ അത് എത്രത്തോളം സമ്മർദ്ദം ഉണ്ടായതിന്റെ പേരിലായിരിക്കാം ആ സമയത്തെങ്കിലും പറയണം എന്ന് അദ്ദേഹത്തിന് തോന്നുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് കേസുകൾ, ഇപ്പൊ ഇത് ഒരു 10, 12, 13 വർഷം മുമ്പ് നടന്നിരിക്കുന്ന ഒരു സംഭവമാണ് എന്നതിനെപ്പറ്റി നമുക്കറിയാം. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വളരെ പ്രബലമായിട്ടുള്ള പല സംഭവങ്ങളും കേരളത്തിൽ ഉണ്ടാകുന്നതിനൊക്കെ ഒരു നാന്ദി കുറിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് വന്നിരിക്കുന്ന ഒരു കേസാണിത്. അതിനുശേഷമുള്ള സംഭവം നമ്മൾ നോക്കിക്കോളൂ. അപ്പൊ ഇത് നടന്നതിന് ശേഷം കൂടുതൽ ജാഗ്രത സംസ്ഥാനത്തെ പോലീസാണെങ്കിലും മറ്റുള്ള അന്വേഷണ ഏജൻസികളാണെങ്കിലും ഒക്കെ പുലർത്തേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ കണ്ണൂർ കേന്ദ്രീകരിച്ച് തന്നെ എത്രയോ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കണ്ണൂരിൽ നോക്കിക്കഴിഞ്ഞാൽ വളപട്ടണത്ത് ഒരു IS കേസുണ്ട്. ഏതാണ്ട്
ഒരു ഡസനിലധികം ആൾക്കാർ IS-ൽ പോയി എന്ന രീതിയിലും അവർക്ക് ആയുധ പരിശീലനം കിട്ടി, ഗൂഢാലോചനയിൽ പങ്കെടുത്തു, UAPA ചുമത്തി തുടങ്ങിയ രീതിയിലുള്ള വളപട്ടണം കേസ് അവിടെയുണ്ട്. അതേപോലെ തന്നെ കനകമല ഒരു കേസുണ്ട്. കനകമല IS ക്യാമ്പ് പരിശീലനം ഒക്കെ നടത്തിയതുമായി ബന്ധപ്പെട്ട കേസുണ്ട്. തൃശ്ശൂരിൽ മറ്റൊരു IS കേസുണ്ട്. കാസർഗോഡ് ഒരു IS കേസുണ്ട്. ഈ അടുത്ത സമയത്ത് നമ്മൾ ഏലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ആ ട്രെയിനിലുണ്ടായിരുന്ന ഒരു പ്രശ്നം. പുറത്തു നിന്നുള്ള ഒരാൾ വന്നിട്ട് ഇവിടെ എല്ലാം തന്നെ നല്ല പരിചയമാണ് എന്ന രീതിയിൽ ഇവിടെ നിന്ന് ലോക്കലായിട്ട് ഈ കത്തുന്ന വസ്തുക്കളൊക്കെ തന്നെ ശേഖരിച്ചിട്ട് കൊണ്ടുപോവുക, അതിനുശേഷം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കണ്ണു വെട്ടിച്ചിട്ട് കടക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. പത്തനാപുരത്ത് ജെലാറ്റിൻ സ്റ്റിക്ക് കാണുന്ന ഒരു സംഭവം നമ്മൾ കണ്ടതാണ്. തിരുവനന്തപുരത്ത് തന്നെയാണ് മടത്തറ, തിരുവനന്തപുരം കൊല്ലം ഭാഗത്ത് മടത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് പാക് മുദ്രണം ചെയ്തിരിക്കുന്ന വെടിയുണ്ടകൾ കണ്ടു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മളിങ്ങനെ വാർത്തകളിൽ ഇത് റിപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറച്ച് അന്വേഷണ ഏജൻസികൾ വരുന്നു, ഇപ്പൊ NIA ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. ഇതൊക്കെ കേൾക്കുന്നതിനപ്പുറത്തേക്ക് ഇത് എത്രത്തോളം ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഒരുപക്ഷെ അന്ന് ശ്രീ ഒരു തരത്തിലുള്ള ശ്രദ്ധയും ഒരു തരത്തിലുള്ള സീരിയസ്നെസ്സും ഇക്കാര്യത്തിൽ കാണിക്കുന്നില്ല എന്ന കാര്യം പലതവണ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. ആഭ്യന്തര വകുപ്പ് ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ടോ? ഇങ്ങനെ എന്തെങ്കിലും വാർത്തകൾ വരുമ്പോൾ ആ ഒരു സമയത്തെ ആ ഒരു ആയുസ് മാത്രമല്ലേ അതിനുള്ളൂ, അതിൽ ഫോളോ അപ്പുകൾ വരുന്നില്ല, കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം പോകുന്നില്ല. ഇപ്പോൾ NIA വന്ന് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം കേരളത്തിൽ നിന്ന് കുറേ ആളുകളെ പിടിച്ചുകൊണ്ടുപോയി. അതല്ലാതെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഇക്കാര്യത്തിൽ ഇപ്പോഴും ഉറങ്ങുകയല്ലേ? അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ വിവരങ്ങൾ ചോർത്തി നൽകുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ആളുടെ സവാദിന്റെ കാര്യത്തിൽ തന്നെയാണെങ്കിൽ ആദ്യം ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചതാണ്. ആ സമയത്ത് എന്ത് സംഭവിച്ചു? അപ്പോൾ കിട്ടിയിരുന്ന റിപ്പോർട്ടുകളെല്ലാം വിദേശത്തേക്ക് കടന്നു എന്നാണ്. അഫ്ഗാനിസ്ഥാനിൽ വരെ പോയി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആദ്യം പോലീസിന്റെ കൈവശം ഉണ്ടായിരുന്നത്. അല്ല, സംസ്ഥാന പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ താല്പര്യങ്ങൾ വ്യത്യസ്തമാണ്. സംസ്ഥാന പോലീസിന്റെ ഏറ്റവും വലിയ താല്പര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് അകമ്പടി ഒരുക്കുക, അദ്ദേഹത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളിലാണ്. അതോടൊപ്പം തന്നെ ഒരു തീവ്രവാദിയെ കണക്ക് രാഷ്ട്രീയമായിട്ടുള്ള പ്രതിഷേധ സമരങ്ങൾ നയിക്കുന്ന ആൾക്കാരെയൊക്കെ തന്നെ വീട്ടിൽ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടതാണ്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ കേന്ദ്ര ഏജൻസികൾ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ പുലർച്ചെയൊക്കെയുള്ള അറസ്റ്റൊക്കെ കാണുന്നതും വീട് വളഞ്ഞിട്ടുള്ള അറസ്റ്റും ഒക്കെ കാണുന്നതൊക്കെ തീവ്രവാദ കേസുകളിലാണ്. ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള പൊളിറ്റിക്കൽ സമരം നടത്തുന്ന ആൾക്കാരുടെ വീടുകളൊക്കെ ഇങ്ങനെ വളയുക, ഓഡ് അവേഴ്സിലൊക്കെ തന്നെ അവരെ അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് കാണുന്നത്. അപ്പൊ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഭരണകൂടത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പിണിയാളുകൾ എന്ന നിലയ്ക്ക് ഒരു സംവിധാനത്തിനെ, ഒരു അന്വേഷണ ഏജൻസിയെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അവിടെ വളരെ തീവ്രമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വ്യാപകമായിട്ടുള്ള ഒരു വിമർശനമാണ്. ആ സമയത്താണ് ഒരുപക്ഷെ ഇതൊക്കെ തന്നെ നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കണ്ണൂരിലാണ് നടക്കുന്നത്. ഇയാൾ ഏറ്റവും ചുരുങ്ങിയത് കഴിഞ്ഞ 9-10 മാസമായിട്ട് അയാൾ കണ്ണൂരിൽ തന്നെ, അതും മട്ടന്നൂരിൽ തന്നെ അദ്ദേഹം താമസമാണ് എന്ന രീതിയിലുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇതിനോടകം തന്നെ വന്നിരിക്കുന്ന സംശയങ്ങൾ, അങ്ങനെയുള്ള ഒരാളിന് ഒരു ലോക്കൽ ഹെൽപ്പ് ഇല്ലാതെ ഇതൊക്കെ നടക്കുമോ? അയാൾ യാത്ര ചെയ്യുന്നത് മുഴുവൻ ഒരു ഓട്ടോറിക്ഷയിലാണ് എന്ന് പറയുന്നു. നാട്ടുകാരുമായിട്ടൊന്നും വലിയ രീതിയിലുള്ള സമ്പർക്കമില്ലാതെ അയാൾ കഴിയുകയാണ്. അപ്പോൾ അയാൾക്ക് താമസിക്കാൻ ഒരിടം, മറ്റുള്ള ആൾക്കാരുമായി സമ്പർക്കമൊന്നുമില്ല എങ്കിൽ പോലും അയാളുടെ യാത്രകളെ മറ്റും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അയാൾക്ക് വാഹന സൗകര്യം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ, അയാൾക്കുള്ള ജോലി തുടർച്ചയായിട്ട് കിട്ടുക തുടങ്ങിയ കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇയാൾക്ക് സംരക്ഷണം നൽകിയിരിക്കുന്നത് ആരാണ്? നമ്മൾ ഒരു കാര്യം ആലോചിച്ച് നോക്കേണ്ടത്, ഇന്ന് ഇയാളെ കൊണ്ടുപോയിരിക്കുന്ന എവിടേക്കാണ്? കൊച്ചിയിലുള്ള പ്രത്യേക NIA കോടതിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഇതേ ദിവസം തന്നെയാണ് തൃശ്ശൂർ IS കേസുമായി ബന്ധപ്പെട്ട് സഹീർ എന്നോ മറ്റോ പേരുള്ള ഒരാളിനെ കൂടി ഇതേ NIA കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, കണ്ണൂരിലായാലും തൃശ്ശൂരിലായാലും ഇത്തരത്തിലുള്ള മത തീവ്രവാദ ബന്ധമുള്ള ആൾക്കാരുടെ കേസുകളെല്ലാം തന്നെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ലോക്കൽ അറസ്റ്റ് നടത്താനായിട്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, ഞാൻ പറഞ്ഞത് ഈ പറയുന്ന കേസുകൾ മാത്രമല്ല, മറ്റുള്ള കേസുകൾ ഇതുപോലെ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാൻ സംസ്ഥാന പോലീസിന് സാധിക്കുന്നില്ല. സംസ്ഥാന പോലീസ് ഈ പറഞ്ഞതുപോലെ പലപ്പോഴും ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടോ, സീറ്റ് ബെൽറ്റ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ടും ഇങ്ങനെ VIP-കളുടെ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഒരു സംവിധാനമായിട്ട് ചുരുങ്ങിപ്പോകുന്ന സമയത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഒരുപക്ഷെ ഇവിടെ വന്ന് താമസിച്ച് ഇവിടെ സ്ഥിരം സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് പ്രവർത്തിക്കേണ്ടുന്ന ഒരു കാര്യം ഉണ്ടാകുന്നു. ഇപ്പം നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ കേന്ദ്ര ഏജൻസി ഇത് ഏറ്റെടുത്തതിന് ശേഷം പോലും ഏതാണ്ട് 1.5 പതിറ്റാണ്ടിനടുത്തായി, 13 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു അറസ്റ്റ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ സർക്കാരിന്റെ, ലോക്കൽ പോലീസിന്റെ ഒക്കെ സംവിധാനം കൂടുതലായിട്ട് കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത് എത്രത്തോളം സ്പീഡപ്പ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഡോക്ടർ B ജയരാജ് കൂടി ചേരുന്നുണ്ട്, CPM സഹയാത്രികൻ. അതിനു മുൻപ് ഞാൻ MS അനീഷ് കുമാറിലേക്ക് പോവുകയാണ്. അനീഷ് ഇന്ന് കണ്ണൂർ മട്ടന്നൂരിൽ സവാദ് ഒളിച്ചു താമസിച്ച സ്ഥലത്ത് പോയിരുന്നു, അവിടെയുള്ള ആളുകളുമായിട്ട് സംസാരിച്ചിരുന്നു. അനീഷ്, എന്താണ് ഈ മട്ടന്നൂരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ? ആ സ്ഥലത്തിന്റെ പേര് ബേരത്ത് അല്ലേ, അങ്ങനെയല്ലേ ആ സ്ഥലത്തിന്റെ പേര്? അവിടെ ഇയാളെ കുറിച്ച് നാട്ടുകാർ പറയുന്നത് എന്താണ്, സവാദിനെ കുറിച്ച്?
മഞ്ജുഷ്, ഇയാളെക്കുറിച്ച് നാട്ടുകാർക്ക് കാര്യമായി ഒന്നും അറിയില്ല എന്ന് തന്നെയാണ് നാട്ടുകാരുടെ പ്രതികരണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരുടെ നേരെ എതിർവശത്ത് ഒരു അയൽവാസിയുണ്ട്. അവർ ഇവരുടെ വീട്ടിലെ തുണി തയ്ക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ വീട്ടിലേക്ക് തുണി തയ്ക്കാൻ തുണി നൽകണമെങ്കിൽ പോലും കുട്ടികളുടെ കൈവശം തുണി കൊടുത്തുവിടുകയും പിന്നീട് മറ്റ് നിർദ്ദേശങ്ങൾ ഫോണിലൂടെ നൽകുകയും ചെയ്യുകയാണ് സാധാരണ സവാദിന്റെ ഭാര്യ ചെയ്യുക. അതായത് തൊട്ട് എതിർവശത്തുള്ള വീട്ടിലെ സ്ത്രീകളോട് പോലും സംസാരിക്കാൻ അവർ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. വളരെ അപൂർവമായി വീട്ടിൽ നിന്ന് തുണി നനച്ചിടുകയോ മറ്റോ ചെയ്താൽ അത് പുറത്തേക്കിടുക, അല്ലെങ്കിൽ അത് തിരിച്ചൊരുപക്ഷെ പലപ്പോഴും അകത്തേക്ക് എടുത്തിടുന്നത് പോലും കുട്ടിയാണ് എന്നാണ് അയൽവാസികൾ പറയുന്നത്. അത്തരത്തിൽ അയൽവാസികളായ സ്ത്രീകളോട് പോലും സംസാരിക്കാൻ വിമുഖത കാണുന്ന, അവർക്കൊന്നും മുഖാമുഖം നിന്ന് കണ്ണു കൊടുക്കാത്ത രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് ഈ കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നതെന്നാണ് അയൽവാസികൾ പറയുന്നത്. കുട്ടിയെ രാവിലെ സ്കൂളിൽ വിടണമെങ്കിൽ മുകളിൽ ആ വീടിന്റെ മുൻവശത്ത് നിന്ന് താഴേക്ക് നോക്കി നിന്ന് കുട്ടി ഓട്ടോറിക്ഷയിൽ എത്തുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക. വൈകുന്നേരം ആ കുട്ടി വരുന്ന സമയത്ത് കൃത്യമായി പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ആ കുട്ടി തന്നെയാണ് മുകളിലേക്ക് നടന്നു വരുന്നത്. അതായത് ഒരു സാഹചര്യത്തിലും ആ സ്ത്രീ വീടിന്റെ പുറത്തേക്ക് പലപ്പോഴും ഇറങ്ങാറില്ല എന്ന് പറയുന്നു. ആ സവാദാണെങ്കിലും രാവിലെ ഒരു 7-8 മണി സമയത്ത് ജോലിക്കായി ഒരു സഞ്ചിയും തൂക്കി താഴേക്ക് പോകും. ആ പോകുന്ന പോക്കിൽ ഏതെങ്കിലും അയൽവാസികളെ കണ്ടാൽ 1-2 വാചകങ്ങളിൽ പ്രതികരണം നടത്തുകയും പിന്നീട് വാഹനത്തിൽ കയറി ജോലിക്ക് പോകുന്നു. വൈകുന്നേരം ഇതേ രീതിയിൽ തന്നെ തിരിച്ചു വരും. ഈ പ്രദേശത്ത്, ഈ മട്ടന്നൂരിലെ ഈ പ്രദേശത്ത് സവാദ് ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ 2 വർഷമായി ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിനു മുമ്പ് വിളക്കോട് എന്ന സ്ഥലത്ത് കുറച്ച് നാളുകൾ ഉണ്ടായിരുന്നു എന്നും പറയുന്നു. എത്ര നാളുകൾ ഇതിനു മുമ്പുള്ള സ്ഥലത്തുണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് നാട്ടുകാർക്ക് കൃത്യമായി വിവരങ്ങൾ അറിയുന്നില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ താമസിച്ച ഈ സ്ഥലത്ത് 2 വർഷമായി സവാദ് താമസിച്ചിരുന്നു. നമുക്ക് ഈ സവാദ് ഷാജഹാൻ എന്ന പേരിലാണ് അവിടെ താമസിച്ചത്. പക്ഷേ ഈ വാടക ചീട്ടിലും മറ്റും, അല്ലെങ്കിൽ ഈ ഖദീജ എന്ന സ്ത്രീയുടെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഈ ഖദീജയ്ക്ക് ഉള്ള വാടക ചീട്ട് തയ്യാറാക്കിയപ്പോൾ അതിനകത്ത് പേര് നൽകിയിരുന്നതും തിരിച്ചറിയൽ രേഖകളൊക്കെ നൽകിയതും ഈ സവാദിന്റെ ഭാര്യയുടേതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അങ്ങനെ പോലും ഒരു രേഖകൾ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം വന്നാൽ, അല്ലെങ്കിൽ സ്വന്തം വ്യക്തിത്വം അസ്തിത്വം വെളിപ്പെടുത്തേണ്ട ഒരു സാഹചര്യം വരുവാണെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കാൻ തന്നെയാണ് ഭാര്യയുടെ പേര് നൽകി, അല്ലെങ്കിൽ ഭാര്യയുടെ തിരിച്ചറിയൽ രേഖകൾ നൽകി ആ സവാദ് അവിടെ താമസിച്ചതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ചില ഈ SDP-യുടെ പ്രാദേശിക നേതാക്കളുമായൊക്കെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന വിവരങ്ങളും നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്നു. കാരണം ഈ തടിപ്പണിക്കും ആശാരിപ്പണിക്കുമൊക്കെ പോകുമ്പോൾ ഇത്തരത്തിൽ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ SDP-യുടെ ആളുകളാണ് എന്നൊക്കെ ആ വിവരങ്ങൾ കിട്ടുന്നു. നമ്മൾ SDP-യുടെ പ്രാദേശിക നേതാക്കളെ ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ആരായാൻ ശ്രമിച്ചെങ്കിലും നമ്മളോട് പ്രതികരിക്കാൻ തയ്യാറാവാതെ അവർ വളരെ പെട്ടെന്ന് ആ സ്ഥലത്ത് നിന്നും പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും പ്രാദേശികമായ ചില പിന്തുണ ഇവർക്കിവിടെ ലഭിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 19-ാം മൈലിലും മറ്റുമൊക്കെ SDP-ക്ക് സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ സംഘടനാ സംവിധാനങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം മുസ്ലിം ലീഗാണ് ഈ വാർഡ് ഭരിക്കുന്നത്. അവിടെ വലിയ പിന്തുണ, അല്ലെങ്കിൽ വലിയ തോതിലുള്ള സ്വാധീനം അവർക്കുള്ള ഒരു മേഖലയാണ്. CPM-നും ഈ മട്ടന്നൂരിലും സമീപ പ്രദേശങ്ങളിലുമൊക്കെ വലിയ സ്വാധീനമുള്ള ഇടങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് പ്രാദേശികമായ പിന്തുണ, അല്ലെങ്കിൽ ഈ സ്ഥലത്തേക്ക് എത്താൻ, ഈ വാടക വീട് തരപ്പെടുത്താൻ, തുടർന്നുള്ള വീട്ടും കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ, ജോലി ചെയ്ത് ജീവിക്കാൻ ഒക്കെ ഇത്തരത്തിൽ പിന്തുണ ലഭിച്ചു എന്ന് അനീഷ്, ഇവിടെ ഈ പ്രദേശത്ത് ഇപ്പോൾ 2 വർഷമായി ഇവിടെ താമസിച്ചു വരുന്നു എന്ന് പറയുന്നു. അതിനു മുൻപ് മറ്റൊരു സ്ഥലത്ത്, അല്ലെ, നേരത്തെ അനീഷ് പറഞ്ഞ ആ സ്ഥലത്തായിരുന്നു സവാദ്. ഇപ്പോൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് മാറാനുള്ള എന്തെങ്കിലും തീരുമാനം എടുത്തിരുന്നോ? ഇങ്ങനെ ഈ ഉടമസ്ഥർ അങ്ങനെ എന്തെങ്കിലും വിവരം നൽകുന്നുണ്ടോ? തീർച്ചയായും ഈ സ്ഥലത്ത് നിന്ന് മാറാൻ വാക്കാൽ പറഞ്ഞു കഴിഞ്ഞിരുന്നു. കാരണം ജനുവരിയിലായിരുന്നു വാടകച്ചീട്ട് പുതുക്കേണ്ട സമയം എത്തിയത്. ആ വാടകച്ചീട്ട് പുതുക്കേണ്ട സമയം എത്തിയപ്പോൾ വാടകച്ചീട്ട് പുതുക്കുന്നില്ല, മറ്റെന്തെങ്കിലും പുതിയ ആളുകളെ വാടകക്കാരായി ലഭിക്കുന്നെങ്കിൽ കൊണ്ടുപോരൂ എന്ന് അവരോട് സവാദ് പറഞ്ഞതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ വീടും ഒഴിയാൻ തീരുമാനിച്ചു. ഏതാണ്ട് 2 വർഷത്തോളമായി ഇവിടെ താമസിക്കുന്ന ഒരു സാഹചര്യം. ഈ ഒരു ചെറിയ കുട്ടിയുണ്ട്. ഒപ്പം ഈ വീട്ടിലെത്തിയ ശേഷമാണ് 2ാമത്തെ കുട്ടി ജനിക്കുന്നത്. ആ കുട്ടിക്ക് ഏതാണ്ട് 1 വയസ്സിലേക്ക് എത്തുന്നു. അതുകൊണ്ട് 2 വർഷത്തോളം ഇവിടെ താമസിച്ചപ്പോൾ ഈ സവാദിന്റെ ഒരു ശൈലി നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരിടത്തും കൃത്യമായി ഒരു ദീർഘനാൾ നിൽക്കുന്ന ഒരു
പ്രകൃതമല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം ആളുകളുമായൊന്നും ഇടപഴകാതെ തൻ്റെ കൃത്യമായ വ്യക്തിത്വം വെളിപ്പെടുത്താതെ നാമധേയത്തിൽ താമസിക്കുന്ന ആൾ, തിരിച്ചറിയൽ രേഖകൾ, ഭാര്യയുടെ രേഖകൾ നൽകി വീട് വാടകയ്ക്ക് എടുക്കുന്ന ആൾ, അത്തരത്തിലൊരാൾ ഈ 2 വർഷത്തിലൊക്കെ കൂടുതൽ ഒരു സ്ഥലത്ത് താമസിക്കുമെന്ന് വിശ്വസിക്കാനും കഴിയില്ല. കാരണം നേരത്തെയും ഇത്തരത്തിൽ പല പല കാലഘട്ടങ്ങളിലായാവും ഈ സ്ഥലത്ത് താമസിക്കുക. കാരണം മൂത്ത കൊച്ചിന് തന്നെ ഏതാണ്ട് 8 വയസ്സോളം ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞ ശേഷം ഒരുപക്ഷെ 4, 5, 6 സ്ഥലത്തൊക്കെ ഇതിനകം താമസിച്ച് ഇരിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഈ സ്ഥലത്ത് നിന്നും വിടാൻ, അല്ലെങ്കിൽ ഈ ഇപ്പം താമസിക്കുന്ന ബേരയിൽ നിന്നും മാറാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തി. പുതിയ വീട് എവിടെയാണ് കണ്ടുപിടിച്ചത് എന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നാട്ടുകാർക്ക് ലഭ്യമല്ല. എന്നാലും ഈ വീട് മാറി മറ്റൊരിടത്തേക്ക് പറിച്ചു നടാനുള്ള ആലോചനകൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് എൻഐഎ വളരെ അപ്രതീക്ഷിതമായി സവാദിനെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അനീഷ് മട്ടന്നൂരിൽ ഈ ബേരൽ എന്ന സ്ഥലത്ത് പോയി അവിടെ നിന്ന് നാട്ടുകാരോട് സവാദിനെ കുറിച്ചുള്ള വിവരങ്ങൾ തേടിയിരുന്നു. അക്കാര്യമാണ് അനീഷ് പറഞ്ഞത്. ഡോക്ടർ ബി ജയരാജ്, ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കെ സുരേന്ദ്രൻ പറഞ്ഞതാണ്. ഈ മട്ടന്നൂർ എന്ന് പറയുന്നത് പാർട്ടി ഗ്രാമങ്ങൾ ഏറെയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ CPM-ന്റെ പിന്തുണ കിട്ടിയിട്ടുണ്ട് സവാദിന് ഒളിച്ചു താമസിക്കാൻ എന്ന്. ഈ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ട് എന്നുള്ള കാര്യം പലതവണ പുറത്തു വന്നിരിക്കുന്ന വിവരമാണ്. അതേക്കുറിച്ചുള്ള അന്വേഷണമൊന്നും സംസ്ഥാന പോലീസ് നടത്തുന്നില്ല. എന്തായാലും സവാദ് ഈ കണ്ണൂരിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അത് സംസ്ഥാന ആഭ്യന്തര വകുപ്പിനും ഏറ്റിരിക്കുന്ന ഒരു കളങ്കമാണല്ലോ. സംസ്ഥാന ഇന്റലിജൻസ് ഇക്കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുകയുമാണ്. ജയരാജ്, ഇതിനകത്ത് നമ്മൾ പരിശോധിക്കേണ്ടത്, നേരത്തെ ന്യൂസ് 18 റിപ്പോർട്ടർ പറഞ്ഞതുപോലെ ഈ 19 മൈലെന്ന് പറയുന്നത് മുസ്ലിം ലീഗ് ഭരിക്കുന്ന വാർഡാണ്. അവിടെ അതുപോലെ തന്നെ SDPIക്ക് വളരെ സ്വാധീനമുള്ള ഒരു പ്രദേശമാണ്. ആ പ്രദേശത്ത് വളരെ തുച്ഛമായ രീതിയിൽ CPM-ന്റെ പ്രവർത്തകരുള്ളൂ. അതിന് ഞാൻ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. ഇതെല്ലാം നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഈ ഒരു വിഷയത്തിൽ, ജോസഫ് സാറിന്റെ വിഷയത്തിലുണ്ടായ മനുഷ്യത്വ വിരുദ്ധത നമ്മൾ കാണാതിരുന്നുകൂടാ. ഇതിനകത്ത് ഏറ്റവും ഉത്തരവാദികളായിട്ട് ഞാൻ കണക്കൂട്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾ കാണേണ്ടത് സിവിൽ സൊസൈറ്റിയാണ്. സിവിൽ സൊസൈറ്റിയുടെ ഇടപെടലില്ലായ്മയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം, ഇതിന്റെ ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായ അവസ്ഥ. ഇതിന്റെ അനന്തരഫലം സിവിൽ സൊസൈറ്റിയുടെ തന്നെ തകർച്ചയാണ്. ഇത് നമ്മൾ മധുവിന്റെ കേസിൽ നമ്മൾ കണ്ടതാണ്. അതായത് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അയാൾ തെറ്റാണെങ്കിൽ അത് കോടതിയിൽ ശിക്ഷിക്കട്ടെ. അതേസമയം അല്ലാതൊരു ഒരാളെ ഇങ്ങനെ ആക്രമിക്കുമ്പോഴൊക്കെ ഇരയുടെ കൂടെ നിൽക്കേണ്ടതിന് പകരം നീതി നിഷേധമാണ് ഇവിടെ ഉണ്ടായത്. അതിനകത്ത് രാഷ്ട്രീയ പാർട്ടികൾ, സർക്കാർ സംവിധാനം, സഭ, പോലീസ് സംവിധാനം, അധ്യാപക സംഘടന, വിദ്യാർത്ഥി സംഘടന, ഇവരെ ആരും തന്നെ, നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ ക്രിയാത്മകമായി ഇടപെട്ടിട്ടില്ല. അതിനെതിരെ എന്തുകൊണ്ടാണ് ഈ ഇൻടോളറൻസ് ഉണ്ടാവുന്നത്? സെമിറ്റിക് റിലീജിയൻസിൽ ഉണ്ടാകുന്ന ഇൻടോളറൻസിനെ കുറിച്ച് ഒരു ചർച്ചയും പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നില്ല. ഒരു ഇഷ്യൂ നടക്കുന്നുണ്ടെങ്കിൽ പൊതുസമൂഹം കൈയും കെട്ടി മാറി നിൽക്കുകയാണ് ചെയ്തത്. അതിനെ തുടർന്ന് ഭരണകൂട ഭീകരതയുണ്ടായി. അതായത് ജോസഫ് സാർ ഒളിവിൽ പോയപ്പം ജോസഫ് സാറിന്റെ മകനെ പിടിച്ചുകൊണ്ടുപോയി മർദ്ദിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി. ജോസഫ് സാറിന്റെ ഭാര്യയുടെ ദാരുണമായ അന്ത്യം നമ്മൾ കണ്ടതാണ്. എന്നിട്ട് സാധാരണഗതിയിൽ സഭയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പള്ളിയിലച്ചന്മാർക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടായ സഭ കൃത്യമായ ഇടപെടൽ നടത്തുകയും, അതേസമയം കന്യാസ്ത്രീയുടെ വിഷയമാണ് നടക്കുന്നതെങ്കിൽ ചിറ്റമ്മ നയം സ്വീകരിക്കുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുള്ളതാണ്. അതുപോലെ പൂർണ്ണമായിട്ട് ഈ കോളേജ് മാനേജ്മെന്റ്, സഭ, പിന്നെ പൊതുസമൂഹം, പോലീസ്, വിദ്യാർത്ഥി സംഘടനകൾ, അധ്യാപക സംഘടന, ഇവരെല്ലാം ഈ കാര്യത്തിന് കുറ്റവാളികളാണ്. പിന്നെ ഈ ഒരു വിഷയത്തിൽ നമ്മൾക്ക് പോലീസ് സംവിധാനത്തിന് അടച്ചാക്ഷേപിക്കാനൊന്നും കഴിയില്ല. കാരണം ഈ ഒരു വിഷയം അന്വേഷിക്കുന്നത് NIA ആണ്. ഒരു കേസ് കൈമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം അത് ഏറ്റെടുത്ത് നടക്കുന്നതിനിടയിൽ സ്റ്റേറ്റ് പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകാനേ പാടില്ല. എന്തെങ്കിലും ഇൻപുട്സ് ഉണ്ടെങ്കിൽ കൊടുക്കാം, അത് സ്വീകരിക്കാം. അവർ ചോദിക്കുകയാണെങ്കിൽ മാത്രമാണ് കൊടുക്കണമെന്ന്, അല്ലാതെ നമുക്ക് അങ്ങോട്ട് നിന്ന് സബ്മിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അതായത് ഇവിടെ താവളം കേരളമാകുന്നതിലാണ് നമുക്കുള്ള ആശങ്ക. ഡോക്ടർ ബി ജയരാജ്, സംസ്ഥാനത്ത് ഒരു ഭരണമുണ്ടല്ലോ, ഈ ഭരണത്തിന് കീഴിൽ ഇവിടെ എത്രയോ കേസുകളാണ്. ഇപ്പോൾ ശ്രീജിത് പണിക്കർ പറഞ്ഞതുപോലെ എത്രയോ ആളുകളെയാണ് NIA വന്ന് പൊക്കിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അത് ആരുടെ പരാജയമാണ്? NIA ആണ് കേസ് അന്വേഷിക്കുന്നത്, പക്ഷെ ഇവർക്ക് ഒളിത്താവളം ഒരുക്കുന്നത് ആരാണ്? അതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഡോക്ടർ ബി ജയരാജ്, ഈ സിവിൽ സൊസൈറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു പ്രതികരണം നടത്തിയത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ MA ബേബി ആയിരുന്നു. ആ മണ്ടൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ ജോസഫിനെ അദ്ദേഹം അഭിസംബോധന ചെയ്തത്. ഇതൊക്കെ ഇതിലേക്ക് നയിച്ചിട്ടുണ്ട്, ഈ കൈവെട്ടുന്ന ആളുകൾക്ക് പ്രചോദനമായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ ഇടത്താവളം, ഈ ഒളിത്താവളം ഒരുക്കുന്നത് ആരാണ്? അത് നമുക്ക് എല്ലാവർക്കും നാണക്കേടുണ്ടാവുന്നതാണ്. കേരളത്തിൽ നിന്ന് ഇത്രയും തീവ്രവാദികളെ പൊക്കിക്കൊണ്ടു പോകുന്നത്.
നമ്മൾ ഓരോ കൊലപാതകങ്ങൾ ഇതുപോലുള്ള ടെററിസ്റ്റ് ആക്ടുകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ തുലവും തുച്ഛമാണ്. തമിഴ്നാട്ടിലുണ്ടായതിനേക്കാൾ കൂർഗിലുണ്ടായാലും ഇപ്പോൾ തടിയൻ്റെവൻ്റെ നസീറൊക്കെ കൂടിയത് കൂർഗിൽ വെച്ചിട്ടാണ് അവരുടെ കമ്മിറ്റികളും കാര്യങ്ങളൊക്കെ കൂടിയത്. കേരളം അവർ താവളമാക്കിയില്ല. കേരളം ഒരു സുരക്ഷിതമായൊരു ടൗണായിരുന്നെങ്കിൽ അവരെന്തായാലും കേരളം തന്നെ ചൂസ് ചെയ്യത്തുള്ളായിരുന്നു. അതുപോലെ തന്നെ പോലീസിനെ നമുക്ക് അടച്ചേക്ഷിക്കാൻ കഴിയില്ല. അന്യസംസ്ഥാന തൊഴിലാളികൾ, അതായത് നമ്മൾ ആലങ്കാരികമായി പറയുന്ന അതിഥി തൊഴിലാളികൾ ഇവിടെ വന്ന് കുട്ടികളെ ഉപദ്രവിച്ചപ്പോൾ 24 മണിക്കൂറിനകം ആ പ്രതിയെ പിടികൂടാനും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല, അത് മറ്റൊരു അവസ്ഥ. അതുപോലെ തന്നെ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ആസൂത്രിതമായ പ്ലാൻ ചെയ്ത് 48 മണിക്കൂറിനകം ആ കുട്ടിയെ പിടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത് ഇവിടുത്തെ പോലീസ് തന്നെ ചെയ്തതാണ്. അപ്പോൾ ഇതിനെയെല്ലാം നെഗേറ്റ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ പോലീസ് അകമ്പടി സേവിക്കുകയാണ്. ഇവിടുത്തെ പോലീസിന്റെ ഉത്തരവാദിത്വം ഈ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ട് എസ്കോർട്ട് നടക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ നിസ്സാരവൽക്കരിക്കുന്നത് അവരുടെ മൊറലിനെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. സംവിധാനം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ലല്ലോ. ഇന്റലിജൻസിനേക്കാളും മേളിലുള്ളതാണല്ലോ കേന്ദ്ര ഏജൻസികൾ. ഇപ്പൊ കേന്ദ്ര ഏജൻസികൾ എത്ര എണ്ണമാണ്? കേന്ദ്ര ഏജൻസികളുടെ ഉദ്ദേശം മറ്റു പലതാണ്. കേന്ദ്ര ഏജൻസികൾ എവിടെയെല്ലാം സംസ്ഥാന സർക്കാരിനെ വെട്ടിലാക്കാമെന്നുള്ള രീതിയിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രധാനപ്പെട്ട അജണ്ട എങ്കിൽ എന്തുകൊണ്ടാണ് ഈ പ്രതിയിൽ വെച്ച് അവസാനിച്ചത്? ഇതിന് മേളിലുള്ള ഉന്നതന്മാരെ എന്തുകൊണ്ട് തൊടുന്നില്ല? ഇതിനകത്ത് ഇടപെടൽ നടത്തിയിട്ടുള്ള ഉന്നതന്മാർക്കെതിരെ ഒരു അക്ഷരം പോലും ഇന്ന് ജോസഫ് സാർ പറഞ്ഞ എന്താണ്? ഇയാൾ പ്രതിയാണ്, ശരി, ഇവരൊരു കൊട്ടേഷൻ സംഘമായിരിക്കാം, അല്ലെങ്കിൽ ഒരു പറ്റ ആളുകളെ ട്രെയിൻ ചെയ്ത് ഇതിനുവേണ്ടി ഏൽപ്പിച്ചവരായിരിക്കാം. പക്ഷെ എന്നാൽ ഇതിന്റെ മാസ്റ്റർ മൈൻഡ് ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇത്തരം വലിയ വലിയ കേസുകളിൽ മാസ്റ്റർ മൈൻഡുകൾ വെളിയിൽ വരാത്തത്? അവിടെയാണ് നമ്മൾ ഈ സംശയിക്കുന്ന ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും പരസ്പരം ശക്തിപ്പെടുത്തുന്നു എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് തെളിയുന്നത്. വളരെ ക്ലിയർ ആണ്, ആ പിക്ചർ വളരെ ക്ലിയർ ആണ്. ഇത് നമ്മൾ മനസ്സിലാക്കാതെ പോയിക്കൂടാ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് നേട്ടമുണ്ട്. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ നോക്കേണ്ടുന്നത് ഇതുകൊണ്ട് നേട്ടം ഉണ്ടാകുന്നത് ആർക്കാണ്, ഇതുകൊണ്ട് കോട്ടം ഉണ്ടാകുന്നത് ആർക്കാണ് എന്ന് കഴിഞ്ഞാൽ ഈ ലാഭനഷ്ടങ്ങളുടെ കണക്കെടുത്താൽ തന്നെ ഒരു ഡിവൈസീവ് പൊളിറ്റിക്സ് ആരാണ് ഇവിടെ കളിക്കുന്നത്? ഇന്ത്യയിൽ ഡിവൈസീവ് പൊളിറ്റിക്സ് കൃത്യമായിട്ട് നടപ്പിലാക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാറുമാണെന്നുള്ള കാര്യം എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് അറിയാം. ഏറ്റവും ഒടുവിൽ നടക്കുന്ന 22-ാം തീയതി നടക്കുന്ന ഫംഗ്ഷനെ കുറിച്ച് വരെ വേണമെങ്കിലും അങ്ങനെ ഒരു ഡിവൈസീവ് പൊളിറ്റിക്സ്, മണിപ്പൂരിൽ നടക്കുന്ന കലാപങ്ങൾ, വർഗീയ, ഇപ്പോൾ ബിൽക്കിസ് ബാനുവിന്റെ കേസ്, ഇപ്പോൾ സുപ്രീം കോടതി വിധി വന്നു. ആ വിധി വന്നെങ്കിലും അത് എങ്ങനെ നടപ്പിലാക്കും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അത് അവസാന നിമിഷം മാറി മറിയുമോ? ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ നമുക്ക് ഇനിയും, അതായത് ബാബറി മസ്ജിദിന്റെ വിധിന്യായം ഞാൻ മുഴുവൻ കേട്ടതാണ്. ഇതെല്ലാം ശരിയാണ്, അവിടെ പള്ളിയാണ് നിന്നത്, മറ്റു കാര്യങ്ങളെല്ലാം ശരിയാണ്. പക്ഷെ അവിടെ ക്ഷേത്രം പണിയണമെന്നാണ് ആ വിധിയിൽ അവസാന വരിയിൽ വരുന്നത്. ആ മുഴുവൻ വിധി ഞാൻ വിചാരിച്ച് ഇന്ത്യൻ ജുഡീഷ്യറി വളരെ സ്തുത്യർഹമായ സേവനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ആ വിധിന്യായത്തെ ഞാൻ സന്തോഷപൂർവ്വം കേട്ടോണ്ടതാണ്. ഏറ്റവും അവസാനത്തെ ട്വിസ്റ്റ് ഉണ്ടായത് ചില സിനിമകളിലൊക്കെ ക്ലൈമാക്സ് ചേഞ്ച് ആവുന്നതാണ് പോലെ. പക്ഷെ ഇവിടെ NIA എന്താണ് ചെയ്തത്? ദുബായിലും ഇന്ത്യൻ എയർലൈൻസിന്റെ വിമാനത്താവളങ്ങളിലും ഇന്ത്യയിലെ എയർപോർട്ടുകളിൽ ലുക്കൌട്ട് നോട്ടീസ്, ഈ സവാദിന്റെ ലുക്കൌട്ട് നോട്ടീസ് ഒട്ടിച്ച് അന്വേഷിച്ചുകൊണ്ടിരുന്നതാണ്. ഈ സവാദ് എത്ര നാളായി അവിടെ വന്നു, ആരാണ് അതിന് ഒത്താശ ചെയ്ത് കൊടുത്തത്, ആരാണ് ഇതിന്റെ മേലിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളതിനെ കുറിച്ച് കൂലങ്കഷമായ അന്വേഷണം സംസ്ഥാന അല്ല ഇപ്പോൾ NIA ഏറ്റെടുത്തിരിക്കുന്നതുകൊണ്ട്, ഭീകരപ്രവർത്തനമായതുകൊണ്ട് NIA അത് വെളിച്ചത്ത് കൊണ്ടുവരണം. അല്ലാതെ ഇവിടെ വെച്ചിട്ട് ഈ പ്രതിയെ പിടിച്ചിട്ട് ഇവിടെ വെച്ച് ഈ അന്വേഷണം അവസാനിപ്പിക്കരുത് എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് ആദ്യമായിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ ഇത്തരം തീവ്രവാദ ഏജൻസികൾ ഇപ്പോൾ ഇതിനു മുമ്പ് വർക്കലയിൽ നടന്നൊരു തീവ്രവാദ പ്രവർത്തനം, DHRMന്റെ പ്രവർത്തകർ വഴിയിലൂടെ വെളുപ്പാങ്കാലത്ത് നടക്കാൻ പോയ ആളുകളെയാണ് വെട്ടിക്കൊല്ലുന്നത്. അപ്പോൾ അവർക്കൊരു ആക്ട് ഓഫ് ടെററാണ്. അതിനകത്ത് പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല. ഇപ്പം നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇപ്പം പത്മരാജന്റെ അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ ഇപ്പോൾ പ്രദർശിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ, MTയുടെ നിർമ്മാല്യം നമുക്ക് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അത്രയും ടോളറന്റ് ആയിട്ടുള്ള ഒരു സമൂഹം എങ്ങനെയാണ് ഇൻടോളറന്റ് ആയത്? എവിടെ നിന്നുകൊണ്ടാണ്, എവിടെയാണ് ആ ഡിവിഷൻ ഉണ്ടായത്? അത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് ബാബറി മസ്ജിദിന്റെ തകർച്ചയിൽ നിന്നാണ് ഇന്ത്യൻ സെക്യുലറിസത്തിന്റെ ഫാബ്രിക് കീറി തുടങ്ങിയെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അതിനുശേഷം ആസൂത്രിതമായ ശ്രമം 2002-ൽ ഗുജറാത്തിലുണ്ടായ കലാപം തൊട്ട് ഇങ്ങോട്ട് നമ്മൾ അതിന് നാൾവഴികൾ മുഴുവൻ എടുത്ത് പരിശോധിച്ചാൽ എങ്ങനെയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ വേറിട്ട് നിൽക്കുന്നതെന്നും എന്തുകൊണ്ടാണ് സംഘപരിവാറിന് ഇവിടെ വേരോട്ടം ഉണ്ടാവാത്തതെന്നും കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാനും പഠിക്കാനും എല്ലാ രാഷ്ട്രീയ വിദ്യാർത്ഥികളും അതിനൊരു പാഠപുസ്തകമാക്കി അതിനെ വിലയിരുത്തേണ്ടതാണ് എന്നും കൂടി ഈ അവസരത്തിൽ എനിക്ക് രേഖപ്പെടുത്താൻ ഞാൻ ശ്രീ MK ഹരിദാസ്, ഇത് ഈ കേരളം ഒളിത്താവളമാവുകയാണ് തീവ്രവാദികളുടെ ഈ ഒരു പ്രതികരണത്തോട് താങ്കൾ എങ്ങനെയാണ്? അത് അനുകൂലിക്കുകയാണോ പ്രതികൂലിക്കുകയാണോ? ഇന്ന് BJP സംസ്ഥാന അധ്യക്ഷനാണ് പറഞ്ഞത് ഈ സവാദിന്റെ അറസ്റ്റിന് ശേഷം.
BJP അധ്യക്ഷൻ്റെ വാക്കുകൾ പിന്തുടർന്നുകൊണ്ട് പറയാനൊന്നും തയ്യാറായിട്ടില്ലെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയ നീക്കങ്ങളെ അങ്ങേയറ്റം സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ആർക്കും പറയാൻ പറ്റും, ദൈവത്തിൻ്റെ സ്വന്തം നാട് ഇത്തരം തീവ്രവാദികളുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ ഉണ്ടാക്കാൻ വരെ പാകപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സാക്ഷര കേരളത്തിനെ, നമ്മുടെ പ്രബുദ്ധ കേരളത്തിനെ അങ്ങേയറ്റം അപമാനകരമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് ശ്രീ ജയരാജിനോട് കുറച്ച് മറുപടികൾ ചോദിക്കാനുണ്ട്. ദയവ് ചെയ്ത് മഞ്ജുഷ സമയം തരണം. സഭയും സമൂഹവും എതിരായ സമയത്ത് കേരളത്തിലെ നവോത്ഥാന നായകർ എന്ന് എപ്പോഴും മേനി നടിക്കുന്ന CPM എന്ന് പറയുന്ന പാർട്ടി ഈ പാവം ഈ ജോസഫ് മാഷക്ക് എന്ത് സഹായമാണ് ശ്രീ ജയരാജ് ചെയ്തു കൊടുത്തിട്ടുള്ളത്? ഒരു കാര്യം പറയാൻ പറ്റുമോ? ആ പാവത്തിനെ മണ്ടൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചതാണോ ചെയ്തു കൊടുത്തിട്ടുള്ളത്? കേരളത്തിലെ സാംസ്കാരിക നായകന്മാരിൽ 98% CPMനോട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തോട് ചായ്വുള്ളവരാണ്. ഏതെങ്കിലും ഒരു സാംസ്കാരിക നായകന്മാരെ ഈ പാവപ്പെട്ട ഈ മനുഷ്യനെ ഞങ്ങളുടെ പിന്തുണ അറിയിച്ചുകൊണ്ട് ഒരു വാക്ക്, ഒരു നമ്മൾ പറയില്ല, ഒരു വാക്കിൻ്റെ ഒരു പ്രസ്താവന ഇറക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ടോ? അദ്ദേഹത്തെ അപഹസിക്കാനും അദ്ദേഹത്തെ അപഹസിക്കുന്നവരുടെ കൂടെ നിൽക്കാനും അല്ലേ സമൂഹം തയ്യാറായിട്ടുള്ളൂ. പിന്നെ താങ്കൾ സിവിൽ സൊസൈറ്റിയുടെ മേലേക്ക് ഇത് ചാരിയിട്ട് എന്ത് പ്രയോജനമുള്ളത്? സിവിൽ സൊസൈറ്റിക്ക് ഒരു പ്രതി ഒരു സ്ഥലത്ത് വന്നിട്ട്, കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എവിടെയോ, മട്ടന്നൂരോ ചാവന്നൂരോ എവിടെയെങ്കിലും ആവട്ടെ, അവിടെ വന്ന് ഒളിവിൽ താമസിക്കുന്ന വിഷയത്തിൽ സിവിൽ സൊസൈറ്റി എങ്ങനെയാണ് കുറ്റം പറയുക? സിവിൽ സൊസൈറ്റിക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? കേരള പോലീസ് പൂർണ്ണമായി രാഷ്ട്രീയവൽക്കരിച്ചൊരു പ്രസ്ഥാനമായി മാറി എന്നുള്ളത് ഇന്നലെ പുലർച്ചെ ആ യൂത്ത് കോൺഗ്രസ് നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നത് കണ്ടതുവഴി നമുക്ക് മനസ്സിലായില്ലേ? അതായത് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ചെയ്ത പോക്കിരിത്തരത്തിന് 1 മാസമായിട്ടും അദ്ദേഹം സ്ഥലത്തില്ലെന്ന് പറഞ്ഞിട്ട് ആ പ്രതിയെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാകാത്ത പോലീസ്, ഇവിടുത്തെ മോട്ടോർ വാഹന നിയമലംഘനങ്ങൾ പിടിക്കപ്പെടുക, മുഖ്യമന്ത്രിക്ക് സുരക്ഷയൊരുക്കുക എന്നതിനപ്പുറം യാതൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു പോലീസായി കേരളത്തിലെ പോലീസ് മാറി. പിന്നെ അവർക്ക് ചെയ്യാനുള്ളത് എന്താ? ഇപ്പം നമ്മുടെ വരാപ്പുഴയിൽ ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു പാവം പണി കഴിഞ്ഞ് വന്ന് തിണ്ണയിമ്പിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ പിടിച്ചുകൊണ്ടുപോയിട്ട് ഇടിച്ചു കൊന്നില്ലേ? അത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യേണ്ട വിധത്തിലേക്ക് പോലീസിനെ തരം താഴ്ത്തി രാഷ്ട്രീയവൽക്കരിച്ചു. താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം ശ്രീ ജയരാജ്, ഇവിടുത്തെ ഗവർണറുടെ യാത്രാവിവരം ചോർന്നൊരു സംസ്ഥാനമാണ് കേരളം. ഒരു ഗവർണറെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ മുമ്പിൽ വണ്ടി നിർത്തി കൊടുത്തിട്ടുള്ള പോലീസിനെയാണോ താങ്കൾ നന്നായിട്ട് അവരെ ഇതിൽ കേരള പോലീസിന് എന്ത് പങ്കാണുള്ളതെന്ന് ചോദിക്കുന്നത്? എന്തുകൊണ്ട് ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഉണർന്ന് പ്രവർത്തിച്ചിട്ട് ഒരു മോൺസൺ മാവുങ്കൽ ഇവിടെ നടത്തിയ തട്ടിപ്പിന് ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഉണർന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ അത്തരത്തിലൊരു തട്ടിപ്പ് കേരളത്തിൽ നടക്കുമായിരുന്നോ? DGPയാണ് അവിടെ പോയിട്ട് ഈ മോൺസൺ മാവുങ്കലിന് അവിടെ പോലീസ് സംരക്ഷണം ഒരുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഡേ ബുക്കിൽ എഴുതി വെച്ചത് എന്നുള്ള കാര്യം താങ്കൾക്ക് മറക്കാൻ സാധിക്കുമോ? പിന്നെ താങ്കൾ പറഞ്ഞു മതതീവ്രവാദ ഗൂഢാലോചനയുടെ പിന്നിലെ ഇവിടുത്തെ മിക്കതും നടത്തുന്നത് BJP ആണെന്ന്. ഞാൻ BJP കാരനൊന്നുമല്ല, അത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റുള്ളവർക്കറിയാം. താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, അതായത് നമ്മുടെ ശ്രീരാം വെങ്കിട്ടരാമൻ എന്ന് പറയുന്ന ഒരു പ്രതിയെ, ഒരു ക്രിമിനലിനെ ആലപ്പുഴ കളക്ടറായി നിയമിച്ചിട്ട് ഇവിടുത്തെ പ്രതിപക്ഷവും മറ്റ് എല്ലാവരും പഠിച്ച പണി നോക്കിയിട്ടും അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഇവിടുത്തെ മുഖ്യമന്ത്രി തയ്യാറായില്ല. പക്ഷേ ഒരു മത പണ്ഡിതന്റെ ഒറ്റ ഫോൺ കോൾ വന്നിട്ട് 1 മണിക്കൂറിനുള്ളിൽ ആ കളക്ടറെ അവിടെ നിന്ന് മാറ്റാൻ ഈ തയ്യാറായ മുഖ്യമന്ത്രിയുള്ള നാട്ടിലാണോ മതപ്രീണനം നടത്തുന്നത് ഇവിടുത്തെ BJP ആണെന്നും ഇപ്പോൾ ഈ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തെ കുറിച്ചിട്ടൊക്കെ താങ്കൾ ഇത്രയും പറയാൻ പറ്റുമെങ്കിൽ മതപണ്ഡിതന്റെ എനിക്കല്ല ഫോൺ വന്നിരിക്കുന്നത്, മുഖ്യമന്ത്രിക്കാണ്. ഒരു മതപണ്ഡിതൻ അദ്ദേഹത്തോട് പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നതിന് മടിയൊന്നുമില്ല. കാന്തപുരം അബൂബക്കർ ഹാജി ഫോൺ ചെയ്തപ്പോഴാണ് വിട്ടത് എന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ വളരെയധികം പറഞ്ഞിട്ടുള്ള കാര്യം താങ്കൾക്ക് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം. 1 മണിക്കൂറിനുള്ളിൽ പ്രതിപക്ഷം 48 മണിക്കൂർ ജില്ലാ കളക്ടറേറ്റ് ഉപരോധിച്ചിട്ട് പോലും നടക്കാത്ത കാര്യം. അപ്പൊ അത്തരത്തിലൊരു മുഖ്യമന്ത്രി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് മതപ്രീണനം നടത്തുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറയരുത്. 10 വോട്ടിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രീണനങ്ങൾ നടത്തുന്നുണ്ട് ശ്രീ ജയരാജ്. അപ്പോ സമൂഹത്തിന് ഈ ഒരു വ്യക്തി അവിടെ ഒളിവിക്കഴിഞ്ഞ വിഷയം എന്നോട് ചോദിച്ചത്, അവിടെ ഒളിവിക്കഴിഞ്ഞ വിഷയത്തിലെ ഇവിടുത്തെ സമൂഹത്തിനാണ് ഉത്തരവാദിത്തം എന്ന് പറഞ്ഞിട്ട് താങ്കൾ ഒഴിയരുത്. ഇവിടുത്തെ പോലീസിനാണ് അതിന്റെ ഉത്തരവാദിത്തം. അതുപോലെ തന്നെ മഞ്ജുഷ പറയാതിരിക്കാൻ പറ്റില്ല, NIക്കും ഉണ്ട് അത്ര ഒരു ഇന്റലിജൻസ് ഏജൻസി.
ആ ഇന്റലിജൻസ് ഏജൻസിക്കും തെറ്റുപറ്റി. 10 ലക്ഷം രൂപ ഈ പ്രതിയുടെ തലയ്ക്ക് വില പറഞ്ഞൊരു വ്യക്തി യാതൊരുവിധ ഭാവമാറ്റം, അദ്ദേഹത്തിന്റെ ശരീരപ്രകൃതി, അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ ഒരു മാറ്റവും വരുത്താതെ നമ്മുടെ മൂക്കിന് താഴെ ഒളിച്ചു താമസിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലിവിടുത്തെ ദേശീയ ഏജൻസികൾക്കും ദേശീയ അന്വേഷണ ഏജൻസികൾക്കുമുള്ള അവർക്ക് പറ്റിയിട്ടുള്ള പറയില്ലേ വീഴ്ചകളും നമ്മൾ എടുത്തു പറയണം. ഈ കാര്യത്തിലെ മാഷക്ക്, അതായത് നമ്മുടെ പ്രൊഫസർക്ക് ഒരു നീതിയും ഇവിടെ നിന്ന് ലഭിച്ചിട്ടില്ല. ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുകയല്ല. ഈ ഒന്നാമത്തെ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ട് അന്ന് കോടതി ആ ഒന്നാം കുറ്റപത്രത്തിലെ പ്രതികൾക്ക് ശിക്ഷ നൽകിയ അന്ന് ഒരു പ്രമുഖ ചാനൽ നടത്തിയ ചർച്ചയിൽ എനിക്കും പങ്കെടുക്കേണ്ടി വന്നിരുന്നു. അന്ന് ഈ പ്രതികൾക്ക് വേണ്ടി പ്രതികളെ നയിച്ചിരുന്ന പാർട്ടിയുടെ, രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രതിനിധി അന്ന് പറഞ്ഞത് എന്താണെന്നറിയോ മഞ്ജുഷേ? അതായത് ഈ കുട്ടികളോട് പൊറുത്തു എന്നൊന്ന് പറയാൻ അദ്ദേഹം കോടതിയിൽ മനസ്സ് കാണിക്കാത്ത ആ ഒരു ചിന്താഗതിയെ കൂടി നമ്മൾ ഈ ചർച്ചയിൽ സംസാരിക്കണമെന്നാണ് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു കൈ നഷ്ടപ്പെട്ടു, സ്വന്തം ഭാര്യ നഷ്ടപ്പെട്ടു, സ്വന്തം മകനെ പോലീസ് കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് നേരിട്ട അപച്യുതിക്കെതിരെ ഇത്തരം ഒരു വലിയ കുറ്റകൃത്യം ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് തന്നെ പറയാവുന്ന ഒരു മത തീവ്രവാദ സംഘടനയുടെ പ്രതിനിധി പറഞ്ഞ വർത്തമാനമാണിത്. ഇതാണ് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ. ഇതാണ് ആ മനുഷ്യന് കൊടുത്ത നീതിയെ കുറിച്ചിട്ട് നമ്മൾ വിശകലനം ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചിട്ട് ശ്രീ ജയരാജ് പറയുന്നത്. അദ്ദേഹം ആ കുട്ടികളോട് പൊറുത്തു, അതായത് ഈ പ്രതികളോട് എല്ലാവരോടും പൊറുത്തു എന്ന് കോടതിയിൽ പറയാഞ്ഞത് അങ്ങേയറ്റം തെറ്റായ കാര്യമാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ ശരിയാണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായതാണ്. ശ്രീ മോഹൻ വർഗീസ്, ലജ്ജാകരമായ കാര്യമാണ് ഇതിൽ സംഭവിച്ചത്. ഇതുവരെ ഈ കൃത്യം നിർവഹിച്ച ആളുകൾ അവരാരും ഈ ജോസഫ് മാഷിനോട് പുറത്തിട്ടില്ല എന്നുള്ള രീതിയിലും, അതേപോലെ തന്നെ ഈ കുറ്റം ചെയ്ത ആളുകളോട് ഈ കുറ്റകൃത്യത്തിന് ആഹ്വാനം ചെയ്തവർ പുറത്തിരിക്കുന്നു, അത് അവരൊരിക്കലും കുറ്റക്കാരല്ല എന്ന രീതിയിലുള്ള നിലപാടാണ് ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ കേരളത്തിൽ നമ്മൾ നാണക്കേട് കൊണ്ട് തല കുനിക്കേണ്ട ഒരവസ്ഥ വന്നിരിക്കുന്നത്. അതിനിടെയാണ് 13 വർഷം ഒരു ന്യായീകരണവും ഇക്കാര്യത്തിലില്ല. അത് ഏത് സർക്കാർ ഭരിച്ചാലും ഇക്കാര്യത്തിൽ ഒരു ന്യായീകരണവും ഇല്ല. എല്ലാ ഇന്റലിജൻസ് സംവിധാനങ്ങളും ഒന്നുകിൽ പരാജയപ്പെട്ടു അല്ലെങ്കിൽ ഒത്താശ ചെയ്തു കൊടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. മട്ടന്നൂർ എന്ന് പറയുന്നത് അത് പാർട്ടി ഗ്രാമങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇക്കാര്യത്തിൽ പങ്കുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, തീർച്ചയായും ഇത് ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയെയോ ഒരു ഭരണകൂടത്തെയോ മാത്രം കുറ്റപ്പെടുത്തേണ്ട ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മാറി മാറി വന്ന ഇവിടെ UDF ഭരിച്ചിട്ടുണ്ട്. ഈ 13 വർഷത്തിനിടയിൽ UDF നടന്നത് കേരളം ഭരിച്ചപ്പോഴാണ്. അതിനുശേഷം ഉമ്മൻചാണ്ടി പിണറായി വിജയൻ സർക്കാർ 2016 മുതൽ ഭരിക്കുന്നു. 7 വർഷം, ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ കാലയളവിൽ 7 വർഷം പിന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഭരിച്ചു. അപ്പോൾ ഇവിടെയൊന്നും ഒരു ഗവൺമെൻറ് വേണ്ട രീതിയിൽ പോലീസ് സംവിധാനത്തിനെയോ ആ ഒരു ഇച്ഛാശക്തിയോ കാട്ടിയില്ല. ഇതിന് പിന്നിൽ ഇത് ജോസഫ് മാഷ് പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ക്രക്സ്. ഈ പറയുന്ന 19 പ്രതികൾ അവർ ഇരകൾ മാത്രമാണ്. പക്ഷെ അവർ ഇരകളാക്കപ്പെട്ടത് ആരുടെയോ ചിന്ത കൊണ്ടാണ്. മറഞ്ഞിരിക്കുന്ന ചില ഗൂഢശക്തികൾ, അത് വൻതോക്കുകളാകാം, അവരെ ഒരുപക്ഷെ രാഷ്ട്രീയ കക്ഷികളുമായി ഭരണ പ്രതിപക്ഷ കക്ഷികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏജൻസികളാകാം. അവരിലേക്ക് അന്വേഷണം എത്തിക്കാൻ സാധിക്കുമോ എന്നതാണ് വലിയ ചോദ്യം. അതുകൊണ്ട് ജോസഫ് മാഷ് ഇന്നത്തെ പ്രസ്താവന ജോസഫ് മാഷ് ഞാൻ ശ്രദ്ധിച്ചു. അതിനകത്ത് പറയുന്നത് ഇരകൾ ശിക്ഷിക്കപ്പെട്ടു, അത് ദുഃഖമുണ്ട് അതിനകത്ത്. പക്ഷേ യഥാർത്ഥത്തിൽ ശിക്ഷിക്കപ്പെടേണ്ട ഇതിൻ്റെ ഈ ക്രൈം പെർപ്പച്വേറ്റ് ചെയ്യാനുള്ള മാസ്റ്റർ ബ്രെയിൻ ഇപ്പോഴും ഒളിഞ്ഞിരിപ്പുണ്ട്. അവരൊരു പക്ഷേ കേരളത്തിനുള്ളിൽ തന്നെ ഉണ്ട്. അവരിലേക്ക് അന്വേഷണം എത്താത്തത്തോളം കാലം ഇത് വ്യർത്ഥമായ അധരവ്യായാമങ്ങൾ മാത്രമാണ്. ഇവിടെ നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ ഈ വിഷയത്തെ കുറച്ചുകൂടി ഒരു ആഴതലങ്ങളിലേക്ക് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ മൈൻഡ് സെറ്റ് മാറി വരുന്നു. ഇവിടെ 2 പ്രമുഖ കക്ഷികളാണ് ഇടതുപക്ഷ കക്ഷികൾ. CPM-ന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനവും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ UDF സംവിധാനവും മുഖാമുഖം നിൽക്കുകയാണ്. ഈ 2 വിഭാഗങ്ങൾക്കും കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ വളരെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കുകൾ തന്നെയാണ്. മുൻകാലങ്ങളിൽ UDF-ന്റെ ഒരു കുത്തകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മുസ്ലിം ലീഗിലൂടെ മുസ്ലിം ജനസാമാന്യത്തിലേക്കും, മധ്യ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയിലൂടെയും കേരള കോൺഗ്രസ് വിഭാഗങ്ങളിലൂടെ ക്രൈസ്തവരിലേക്കും ഒക്കെ ഇൻറോഡ്സ് ഉള്ള പ്രസ്ഥാനം തന്നെയാണ് UDF. പക്ഷേ അവിടുത്തെ മുസ്ലിം ജനസാമാന്യത്തിൻ്റെ ഗുഡ്വിൽ ചെറിയ തോതിൽ വിവിധ വിഷയങ്ങൾ, അത് ബാബറി മസ്ജിദ് തകർച്ചയിൽ കോൺഗ്രസ് എടുത്ത ഒട്ടകപക്ഷി തലപൂഴ്ത്തി നിൽക്കുന്ന നിലപാടാകട്ടെ, അത് ഈ
ഗസയിലെ വിഷയമായിക്കൊള്ളട്ടെ, ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ ഗസ അനുഭവിക്കുന്ന ഒരു വല്ലാത്ത വൈതരണി പീഡനം, ആ കാര്യമായിക്കൊള്ളട്ടെ, മുസ്ലിം ജനസാമാന്യത്തിൻ്റെ മനസ്സ് വ്രണപ്പെട്ടിരിക്കുന്നു. പൊതുസമൂഹത്തിൻ്റെ അവിടെ ഒരു ചെറിയ വിഭാഗമെങ്കിലും ഇടതുപക്ഷത്തോട് സമരസപ്പെടുന്ന ഒരു പ്രോസസ്സിലാണ്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, ഒരു പതിറ്റാണ്ടായി അത് സംഭവിക്കുന്നു. അത് മലബാർ മേഖലയിൽ അത് കുറച്ചുകൂടി പ്രകടവുമാണ്. ഈ ഒരു അവസ്ഥാവിശേഷം ഇതിനകത്ത് മുസ്ലിം ജനസാമാന്യം എല്ലാം തന്നെ റാഡിക്കൽ ഇസ്ലാം അല്ല, അതിൽ മിതവാദികളുണ്ട്, മധ്യവർത്തികളുണ്ട്, എല്ലാവരുമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു തീവ്ര വികാരമുള്ള ഇസ്ലാമിക വികാരമുള്ള ഒരു വിഭാഗത്തെയെങ്കിലും കൂടെ നിർത്തണം എന്ന് ഇരു കക്ഷികളും ആഗ്രഹിച്ചാൽ അത് രാഷ്ട്രീയമായി ഏറെ സാധ്യതകളുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മുസ്ലിം ജനസാമാന്യത്തോട് ഏറെ എടുക്കാൻ ശ്രമിക്കുന്നു. ഇത് ഒരു വലിയ സൂചനയാണ്. മട്ടന്നൂരിലേക്ക് എന്തുകൊണ്ട് ഇത്രയും വലിയ ചർച്ചയുണ്ടായി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ പ്രതി അറസ്റ്റ് ചെയ്യപ്പെട്ടത് മട്ടന്നൂരാണ്. മട്ടന്നൂർ ഇടതുപക്ഷത്തിന് ശക്തമായ കോട്ടയാണ്. മട്ടന്നൂർ CPM-ന് ഒരുപാട് പാർട്ടി ഗ്രാമങ്ങളുള്ള ഒരു സ്ഥലവുമാണ്. പക്ഷേ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്പോട്ട് ഇരിക്കുന്ന ആ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന മുസ്ലിം ലീഗാണ്. അപ്പോൾ അങ്ങനെ അല്ലെ അവാർഡ് ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുസ്ലിം ലീഗിലേക്കും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പാർട്ടിയായ CPM-ലേക്കും എല്ലാം തന്നെ സംശയത്തിന് മുനകൾ നീളുകയാണ്. കേവലം സംശയമാണ്. സംശയം വെച്ചുകൊണ്ട് ഒരു കക്ഷിയെയും ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നത് ശരിയല്ല. പക്ഷേ ഓർക്കുക മഞ്ജുഷ്, ഈ പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു അപരൻ വന്നാൽ, ഒരു ഇച്ഛ പോലും വന്നാൽ അതറിയാനുള്ള സംവിധാനം പാർട്ടിക്കില്ലേ? അപ്പം എറണാകുളം ജില്ലക്കാരനായ പ്രത്യേക രീതിയിൽ സംസാരിക്കുന്ന ഒരുവൻ അവിടെ വന്ന് താമസിക്കുമ്പോൾ ഒരു വരുത്തനാണ്. അദ്ദേഹം വന്ന് താമസിക്കുമ്പോൾ അവിടുത്തെ പാർട്ടി സംവിധാനം, അവിടുത്തെ ലോക്കൽ ബോഡികൾ ഇതെല്ലാം അലേർട്ടഡ് ആകേണ്ടതല്ലേ? അതില്ല എന്ന് പറയുമ്പോൾ അതെന്താണ്? അപ്പം ആരോ എവിടെയോ നിന്നുകൊണ്ട് ചെറിയ രീതിയിൽ സഹായങ്ങൾ ചെയ്യുന്നു, എന്തോ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു, കൈകഴുകി കളയാൻ ശ്രമിക്കുന്നു. അപ്പം ഈ ഒരു കാര്യം വളരെ പ്രകടമാണ്. അതാണ്, ആ സൂചനയാണ്. അതുകൊണ്ടാണ് മട്ടന്നൂരിനെ കുറിച്ച് സംസാരം വരുന്നത്. ഇവിടെ മട്ടന്നൂരിനെ മാറ്റി നിർത്തുക. മൊത്തത്തിൽ നോക്കുക, മലബാറിലേക്ക് നോക്കുക. കണ്ണൂർ, കാസർഗോഡ് മേഖലയിൽ വലിയ തോതിലാണ് IS-ലേക്ക് റിക്രൂട്ട്മെൻറ്റ് ഉണ്ടായത്. ഇസ്ലാമിക സ്റ്റേറ്റ് വലിയൊരു ആവേശമായിരുന്നു. ഒരു 10 വർഷം മുൻപ് വലിയ തോതിലാണ് കേരളത്തിൻ്റെ മനസ്സ് ഇസ്ലാമിക സ്റ്റേറ്റ് ഇതാ വരുന്നു, ഒരു ഭൂപ്രദേശം, ഒരു ചിന്തയല്ല. IS എന്നത് അൽ ഖയ്ദ പോലെ ഒരു ആശയമല്ല, മറിച്ച് ഒരു ഭൂപ്രദേശമാണ്, ഒരു കാലിഫേറ്റ് ആണ്. ഒരു കാലിഫിൻ്റെ നേതൃത്വത്തിൽ ഇസ്ലാമിക മനസ്സ്, അതൊരു സുന്നി ഇസ്ലാം മനസ്സാണെങ്കിൽ പോലും ആ ഇസ്ലാം മനസ്സ് ഒരുമിക്കുന്നു. ഒരു ഭൂപ്രദേശം ഞങ്ങൾക്ക് സ്വന്തമായി ഉണ്ടാകുന്നു. അവർ രാജഭരണത്തെ എതിർക്കുന്നു, അവർ പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തെ എതിർക്കുന്നു, അവർ ജനാധിപത്യത്തെ എതിർക്കുന്നു, അവർ കമ്പോളവൽക്കൃത സമ്പ്രദായത്തെ എതിർക്കുന്നു. അവർ ശരീഅത്ത് അനുസരിച്ചുള്ള കൃത്യമായ ഇസ്ലാമിക ജീവിത രീതിയിലേക്കും ഭരണരീതിയിലേക്കും മാറുന്നു എന്ന വലിയൊരു വിശ്വാസം കേരളത്തിലെ ഒരു വിഭാഗം മുസ്ലിം സഹോദരന്മാരുടെ ഇടയിലെങ്കിലും ഉണ്ടായി എന്നത് അവരെ കുറ്റപ്പെടുത്താനാവില്ല. ആ വികാരം പെർപെച്വേറ്റ് ചെയ്യാനുള്ള ഒരു ഏജൻസി ആയിരുന്നു പോപ്പുലർ ഫ്രണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് തീവ്ര വികാരങ്ങളിലേക്കും മറ്റ് വിഭാഗക്കാരിലേക്ക് ഈ ആക്രമണത്തിൻ്റെ കുന്തം കായികമായി തന്നെ ജോസഫ് മാഷിനെ പോലെയുള്ള ആളുകൾ ഈ ചോദ്യപേപ്പർ സെറ്റ് ചെയ്തപ്പോൾ അതിൽ ചില മോശം പരാമർശങ്ങൾ ഉണ്ടായി എന്ന കാരണത്താൽ അപ്പോൾ ഭീകരപ്രവർത്തനമാണ്. കൈവെട്ടുക, കഴുത്ത് വെട്ടുക, അപകടപ്പെടുത്തുക, സംശയമില്ലാത്ത കാര്യമാണ്. ശ്രീജിത് പണിക്കർ, ഡോക്ടർ ജയരാജ് അദ്ദേഹം ഈ പ്രവൃത്തിയെ ന്യായീകരിക്കുകയല്ല ചെയ്തത്. പക്ഷേ അദ്ദേഹം എതിർക്കുന്നത്, അദ്ദേഹം ഒരു CPM സഹയാത്രികൻ കൂടിയാണല്ലോ, അദ്ദേഹം എതിർക്കുന്നത് സംസ്ഥാന സർക്കാരിനെയും കേരള പോലീസിനെയും ഇക്കാര്യത്തിൽ വിമർശിക്കുന്നതും CPM ആണ് സഹായം നൽകിയത് ഒളിവിൽ താമസിക്കാൻ എന്ന K. സുരേന്ദ്രൻ്റെ പ്രസ്താവനയുമാണ്. ഈ നേരത്തെ ഞങ്ങളുടെ പ്രതിനിധി MS അനീഷ് കുമാർ അവിടെ പോയപ്പോൾ ഈ പ്രദേശത്ത്, ഈ ഒളിച്ചു താമസിച്ചിരുന്ന പ്രദേശം, സവാദ് ഒളിച്ചു താമസിച്ചിരുന്ന പ്രദേശം എന്ന് പറയുന്നത് ലീഗിന് ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലമാണ്. അവിടുത്തെ വാർഡ് മെമ്പറും മുസ്ലിം ലീഗാണ്. പക്ഷേ SDPIക്ക് അവിടെ വലിയ പ്രാതിനിധ്യമുണ്ട് താനും. SDPIയുടെ ഒരുപാട് ആളുകൾ അവിടെയുണ്ട്. ഇത് ഇവരുടെ മോഡസ് ഓഫ് ഓപ്പറാൻഡി വെച്ച് നോക്കുകയാണെങ്കിൽ ഇയാളെ, സവാദിനെ ഓരോ സ്ഥലത്തും മാറി മാറി താമസിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നുവല്ലോ. PFIയുടെ നിരോധനത്തിന് ശേഷം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് നടത്തുവാൻ ബുദ്ധിമുട്ടായതുകൊണ്ട്, കഴിയാതെ വന്നതുകൊണ്ട് ഇപ്പോൾ ഒടുവിൽ പിടിക്കപ്പെടലിലെ കാര്യങ്ങൾ പോവുകയല്ലേ ഉണ്ടായത്. ജയരാജിൻ്റെ വാദം, ഇതിൽ CPM-ന്റെ അങ്ങനെ പിന്തുണയൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ള വാദം ഉൾപ്പെടെ താങ്കളുടെ മറുപടി? അല്ല, CPM-ന്റെ പിന്തുണ ഇതിലുണ്ട് എന്നുള്ളത് ഒരു രാഷ്ട്രീയ ആരോപണം BJP പറഞ്ഞിരിക്കുന്നതാണ്. ഞാൻ ആ രീതിയിലത്തേക്ക് ഔട്ട്റൈറ്റ് ആയിട്ടൊരു ആരോപണം ഞാൻ പറയുന്നില്ല, കാരണം അതിനുള്ള തെളിവുകൾ എൻ്റെ മുന്നിലില്ല. പക്ഷേ ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രസ്താവനയിലുള്ള ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്.
ഒന്ന് അദ്ദേഹം പറയുന്നത് സിവിൽ സൊസൈറ്റിയുടെ ജാഗ്രതയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് ഈ സിവിൽ സൊസൈറ്റി? ഏത് സിവിൽ സൊസൈറ്റിയാണ്? അദ്ദേഹത്തിന് എന്തെങ്കിലും രീതിയിലുള്ള ഗുണപരമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ശ്രീ ജോസഫ് മാഷിന്റെ ജീവിതത്തിൽ ചെലുത്താൻ സാധിക്കുമായിരുന്ന സിവിൽ സൊസൈറ്റിയിലെ ഒരാളും അദ്ദേഹത്തിനോടൊപ്പം നിന്നില്ല എന്നുള്ളത് നമ്മൾ കണ്ടതല്ലേ. അദ്ദേഹത്തിനോടൊപ്പം സർക്കാർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ സഭയുണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിന്റെ പല ബന്ധുക്കളും നാട്ടുകാരും ഒന്നും തന്നെ പലപ്പോഴും ഉണ്ടായിരുന്നില്ല. കുറച്ച് ആൾക്കാരുണ്ടാകും, അതൊരു അബറേഷനാണ്, എല്ലായിടത്തും ഉണ്ടാകുന്നതാണ്. ഞാൻ ചോദിക്കുന്നത്, ഇതല്ലാതെ നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഇത്രയും ദൂരെ മാറിയിരുന്നു കൊണ്ട് സഹതപിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഗുണമുണ്ടാകുന്നില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഉണ്ടായത് മുഴുവൻ നഷ്ടങ്ങളാണ്. അപ്പോൾ ഇന്ന് നമുക്കിപ്പോൾ ഈ ആളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, ഇനി അയാൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നു എന്നതൊക്കെ പറയുമ്പോൾ നമുക്ക് ആലങ്കാരികമായിട്ട് ഒരു ജസ്റ്റിസ് അവിടെ കിട്ടിയെന്ന് പറയാമെന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിനുണ്ടായിരുന്ന നഷ്ടം, അദ്ദേഹത്തിന്റെ ഭാര്യയെ നഷ്ടപ്പെടാനുണ്ടായ സാഹചര്യം, അദ്ദേഹത്തിന്റെ ജോലിയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം കുട്ടികളെ ഒന്ന് കാണാൻ പോലുമുള്ള സാഹചര്യം ഇല്ലാത്ത രീതിയിലത്തെ ഒരു വിരമിക്കൽ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം പോലും പറഞ്ഞല്ലോ, ഇതിനേക്കാൾ കൈ വെട്ടിയതിനേക്കാൾ എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായത്, ഏറ്റവും കൂടുതൽ വിഷമമുണ്ടായത് എൻ്റെ ഭാര്യ മരിച്ചപ്പോഴാണ്, എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് സഭ എടുത്തിരുന്ന സമീപനത്തിലാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് സിവിൽ സൊസൈറ്റിയിലുള്ള മറ്റാരാണ് അദ്ദേഹത്തെ സഹായിക്കേണ്ടത്? നമ്മൾ ഈ പറയുന്ന സിവിൽ സൊസൈറ്റിയിൽ ശ്രീ MA ബേബി ഉൾപ്പെടുമോ? ശ്രീ ജയരാജ്, അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത് എന്താണ്? മടയൻ എന്നുള്ള ഒരു വാക്കാണ് ഉപയോഗിച്ചത്. മടയൻ എന്ന് പറയുന്ന വാക്കിനെ പറ്റി പിന്നീടുണ്ടായിരുന്ന ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, എനിക്കതിൽ റിഗ്രറ്റ് ഇല്ല എന്നാണ്. ഞാൻ ആ പറഞ്ഞിരിക്കുന്ന വാക്കിൽ ഉറച്ചു നിൽക്കുന്നു. കാരണം അതിവൈകാരികമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകേണ്ടുന്ന ഒരു വിഷയത്തിൽ ഈ രീതിയിലാണോ സംസാരിക്കേണ്ടത് എന്ന രീതിയിലത്തേക്കാണ് അദ്ദേഹം അതിനെപ്പറ്റി പറയുന്നത്. എന്ന് വെച്ചാൽ മടയൻ എന്ന് പറഞ്ഞതിനെ അദ്ദേഹം ന്യായീകരിക്കുകയാണ്. ആ MA ബേബി നമ്മൾ ഈ പറയുന്ന സിവിൽ സൊസൈറ്റിയുടെ ഭാഗമാണോ എന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഒന്ന്. രണ്ട്, അദ്ദേഹം ഇവിടെ കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് പ്രശ്നങ്ങളില്ല എന്ന് പറയുന്നതിന് വേണ്ടി അദ്ദേഹം അതിനെ കുറേയധികം കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് ഇതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നു. അതിൽ തന്നെ ഇപ്പോൾ ഇതര സംസ്ഥാനത്ത് നിന്ന് ഇവിടെ ജോലിക്കായി വന്നിരുന്ന ഒരാളിന്റെ കുട്ടി, ആ കുട്ടിക്കുണ്ടായിരുന്ന പ്രശ്നത്തിലേക്ക് കേരള പോലീസിന്റെ കാര്യക്ഷമമായ അന്വേഷണത്തിനെ പറ്റി നോക്കൂ. അവിടെയും ഈ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്ക് അവർക്ക് വേണ്ടുന്ന രീതിയിലത്തേക്കുള്ള സൊല്യൂഷൻ കൊടുക്കാൻ പറ്റിയോ? ഇല്ല. പോലീസിന്റെ അവിടുത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ശവശരീരം കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതല്ല. അതുപോലും പോലീസല്ലല്ലോ, മറ്റുള്ള ആൾക്കാർ കണ്ടെത്തിയതിനു ശേഷം അറിയിക്കുകയാണ് ചെയ്യുന്നത്. അതല്ല, കുട്ടിയെ എവിടെ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസിന് സാധിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ മൃതശരീരം പിന്നീട് ആ വീട്ടുകാർക്ക് എത്തിച്ചു കൊടുത്തു എന്നുള്ളതല്ല അതിലെ നേട്ടമായിട്ട് പറയേണ്ടത്. താങ്കൾ രണ്ടാമത് പറഞ്ഞു ഇപ്പോൾ കൊല്ലത്തുണ്ടായിരുന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ വിഷയം, അത് എല്ലാവരും മറന്നിട്ടില്ല ശ്രീ ജയരാജൻ. അതിൽ ഒരു ഘട്ടത്തിൽ ആ കുട്ടിയുടെ അച്ഛനെ സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ കാരണമായതാരാണ്? ഈ പോലീസുകാരല്ലേ? അന്നുണ്ടായിരുന്ന ചില പ്രസ്താവനകളല്ലേ? അപ്പോൾ അതിനെപ്പറ്റി വിസ്മരിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ആ വിഷയത്തിനെ പറ്റി പറയാൻ കഴിയുക? വിദേശത്ത് നിന്ന് ഇവിടെ വന്നിരുന്ന ലിഗ എന്നൊരു യുവതിയുണ്ട്. ആ യുവതി ഇവിടെ മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആള് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞതിന് ശേഷം തിരിഞ്ഞു നോക്കാതിരുന്ന പോലീസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക സംവിധാനം, ഏതെങ്കിലും ഒരു പ്രത്യേക കേസ് എടുത്ത് പറഞ്ഞുകൊണ്ട് നമുക്ക് കേരള പോലീസ് എന്ന് വളരെ ഗ്ലോറിഫൈഡ് ആണ് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. NIA ആണല്ലോ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ NIA അല്ലേ ഇവിടെ പരാജയപ്പെട്ടത് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അപ്പോൾ സംസ്ഥാന ഇന്റലിജൻസിനെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിനേക്കാൾ മുകളിലാണല്ലോ NIAക്ക് എന്തുകൊണ്ട് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല ഇത്രയും നാളുമെന്നാണ്. അല്ല, ഞാൻ അത് ആദ്യം പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു ഏതാണ്ട് ഒരു 1.5 പതിറ്റാണ്ട്, 13 വർഷം കഴിഞ്ഞു. അപ്പോൾ 1.5 പതിറ്റാണ്ട് സമയത്തോളം NIA ഏറ്റെടുത്തതിന് ശേഷം പോലും ആ കേസിൽ പ്രധാനപ്പെട്ട കുറ്റവാളിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അത്രയും സമയം വേണ്ടി വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ അന്വേഷണത്തിനെയും കുറ്റം പറയാൻ കുഴപ്പമില്ല. പക്ഷെ അവരുടെ അന്വേഷണത്തിനെ മാത്രമേ നമ്മൾ കുറ്റം പറയൂ. ഈ കേസ് NIA ഏറ്റെടുത്തത് കൊണ്ട് മട്ടന്നൂരിൽ ഒരാൾ സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അന്വേഷിക്കില്ല, ഞങ്ങളത് അറിയില്ല, ഞങ്ങളത് ചോദിക്കാൻ പോകില്ല, ഞങ്ങൾ അതിനെപ്പറ്റി അറിയില്ല, അവരെ ഞങ്ങളെ അടുപ്പിക്കാത്തത് കൊണ്ട് ഞങ്ങളത് ചോദിക്കില്ല എന്ന് പറയുന്നത് എന്തിന്റെ ന്യായമാണ്? ഇവിടെ സാമൂഹ്യ സുരക്ഷയും നീതിയും ഒക്കെ പറഞ്ഞുകൊണ്ട് ശ്രീ ജയരാജ് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചർച്ചയിലൊന്നും നിൽക്കില്ല. ഇവിടെ വളരെ വലിയ വിവാദമായിട്ടുള്ള ഒരു മാനഭംഗ കേസ് ഉണ്ടായിരുന്ന സമയത്ത് അതിലെ പ്രതിയായിട്ടുള്ള VIP-യെ കൈവിലങ്ങ് വെച്ചുകൊണ്ട് ഇവിടെ തെരുവിൽ നടത്തിപ്പിക്കും എന്ന് പറഞ്ഞതൊക്കെ തന്നെ ആരാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഞാനപ്പോൾ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ ഒരു കാര്യം ആലോചിച്ച് നോക്കണം. അതായത് താങ്കൾ പറഞ്ഞു ഇപ്പോൾ തടിയൻ്റെ ഇവിടെ നസീർ ഇവിടെ ആയിരുന്നില്ല, മറ്റൊരു സ്ഥലത്തായിരുന്നു എന്ന്. പക്ഷേ ശ്രീ ജയരാജ്, നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന സ്റ്റേറ്റ് പോലീസ് ചീഫാണ് പറഞ്ഞത് ഇവിടെ തീവ്രവാദികളുടെ സ്ലീപ്പർ സെൽ പ്രവർത്തിക്കുന്നുവെന്ന്. തമിഴ്നാട്ടിലുണ്ടായിരുന്നതോ അല്ലെങ്കിൽ കർണാടകയിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള പോലീസ് ചീഫ് അല്ല അത് പറഞ്ഞത്. മുൻ മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുള്ളതാണല്ലോ. പറഞ്ഞ കാര്യമല്ലേ ഇത്? VS അച്യുതാനന്ദൻ പറഞ്ഞത് ഇവിടെ റാഡിക്കലൈസേഷൻ നടക്കാനുള്ള ഒരു തീവ്രമായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. അടുത്ത 20 വർഷത്തിനുള്ളിൽ കേരളത്തിനെ ഒരു മുസ്ലിം മെജോറിറ്റിയായി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞത് ഈ പറഞ്ഞിരിക്കുന്ന പിന്നെ ഇടതുപക്ഷത്തെ തന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട നേതാവും മുഖ്യമന്ത്രിയുമായിരുന്ന മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് ശ്രീ VS അച്യുതാനന്ദനല്ലേ പറഞ്ഞത്. പിന്നെ നമ്മൾ ഈ പറയുന്ന ഈ നമ്മുടെ സിവിൽ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് നിന്നിട്ട് ഈ തീവ്രവാദത്തിനെ പറ്റി എതിർക്കാൻ പോകേണ്ടത് ആർക്കാണ്?
നമ്മളിപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അബ്ദുൽ നാസർ മദനിയൊക്കെ വിളിച്ചിരുത്തി ഒപ്പം വരുന്ന ആൾക്കാരുടെ അടുത്താണോ നമ്മൾ പോയി പറയുന്നത് ചേട്ടാ അതെ തടയേണ്ട ഇവിടെ നസീർ ദാ അവിടെ ഇരിക്കുന്നുവെന്ന്? അപ്പോൾ എന്ത് രീതിയിലുള്ള പ്രതികരണമാണ് ഇവിടെ നിന്നൊക്കെ ഉണ്ടാകാൻ പോകുന്നത്? അപ്പോൾ ഇതിൽ പല കാര്യങ്ങളും നോക്കൂ, ഇത് നമുക്ക് പൊളിറ്റിക്സ് വെച്ച് ന്യായീകരിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. നമുക്കിപ്പോൾ NIA-യുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ വീഴ്ചയാണ് എന്ന് പറയണം. പക്ഷേ NIA-യുടേത് മാത്രം വീഴ്ചയാവുകയും കേരള പോലീസിൻ്റെത് വീഴ്ച അല്ലാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു തിയറി ഇവിടെ ഇല്ല. അതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഏതൊക്കെ വിഷയങ്ങൾ ഇതുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാത്ത അയോധ്യ വിധിയിലേക്ക് വരെ അദ്ദേഹം പോയി. അദ്ദേഹം അതൊരു കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവസാന നിമിഷം ഉണ്ടായിരുന്ന ക്ലൈമാക്സിലെ ഒരു മാറ്റം ഞെട്ടിപ്പിക്കുന്ന മാറ്റമാണ് എന്ന് പറഞ്ഞതാണ്. താങ്കൾ മാത്രമല്ല, ഞാൻ അന്ന് ലൈവായിട്ട് ഈ വിധി പ്രസ്താവന നടക്കുന്ന സമയത്ത് ചാനലുകളിൽ ലൈവായിട്ട് ഇരുന്നുകൊണ്ട് അത് കണ്ടുകൊണ്ട് പ്രതികരിച്ചുകൊണ്ടിരുന്നയാളാണ്. പക്ഷേ ചില സിനിമ കാണുമ്പോൾ ചില ആൾക്കാർക്ക് ഉറങ്ങിപ്പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാകും. താങ്കൾ ഒരുപക്ഷെ ആ സിനിമ നടക്കുന്ന സമയത്ത് ഉറങ്ങിപ്പോയിട്ട് അവസാനം ക്ലൈമാക്സ് ആയപ്പോഴായിരിക്കും ഉണർന്നത്. അത് കേട്ടിരുന്ന എനിക്കറിയാം. അതിൽ ഒരു ഘട്ടത്തിലും ഈ പറഞ്ഞിരുന്ന കാര്യം ഒന്നും തന്നെ പറഞ്ഞില്ല. അതിൽ പറഞ്ഞിരുന്നത് വളരെ കൃത്യമായിട്ട് അതിന്റെ ഫസ്റ്റ് ഒറിജിൻ എവിടെയാണ് എന്നുള്ളതിനെ പറ്റി മാത്രമായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവന്ന് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഡിബേറ്റിലേക്ക് അതിനെ ഉപയോഗിക്കുക എന്ന് പറയുന്നതൊക്കെ വെറുതെ സമയം കളയാം എന്നതിനപ്പുറത്തേക്ക് ഞാൻ ചോദിക്കുന്നത്, മടയൻ എന്ന് ഒരാളിനെ വിളിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഈ പറയുന്ന ആൾക്കാരിൽ പല ആൾക്കാർക്കും സ്വീകരണം നൽകിയിരിക്കുന്ന ഈ തെറ്റായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു സംവിധാനത്തിനെ ഒരിക്കലും കുറ്റം പറയാതെ സിവിൽ സൊസൈറ്റിയുടെ മാത്രം കുറ്റമാകുന്നത് എന്താണ്? അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? സദാചാര പോലീസ് ആവണം ആൾക്കാരെല്ലാം എന്നാണോ? ഒരു ലൊക്കാലിറ്റിയിൽ ഒരാൾ വരുന്ന സമയത്ത് നമ്മൾ ഇവരെ അങ്ങ് ക്രോസ് ചെയ്തേക്കാം, ഇവർ ആരാര് ഏതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അഡീഷണൽ ജാഗ്രത സിവിൽ സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ജാഗ്രത എന്നത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്. അപ്പോൾ ഒരു സംശയം ഒരാളുടെ ഉണ്ടായാൽ പോലും അതിനെപ്പറ്റി അവിടെയുള്ള ഒരു വാർഡ് മെമ്പറോടോ പോലീസിനോടോ പറയാൻ ഏതെങ്കിലും ഒരാൾ ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അതായത് മടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയം കൊണ്ടല്ല എന്നെങ്ങനെ കരുതാൻ കഴിയും? അങ്ങനെ ഒരാൾ അവിടെ കഴിയുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ പാർട്ടി ഗ്രാമത്തിൽ വളരെയധികം രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനമുള്ള ഒരു മേഖലയിൽ ഒരാൾ ഈ രീതിയിൽ സംശയാസ്പദമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ വന്ന് താമസിക്കുന്നുണ്ടെങ്കിൽ എത്രയോ ആൾക്കാർക്ക് സംശയം തോന്നിയിട്ടുണ്ടാകാം. ഇപ്പൊ തന്നെ ആൾക്കാർ പറയുന്നില്ല, അയാളുടെ ജീവിത രീതി നോക്കിക്കഴിഞ്ഞാൽ അയാൾ ആരോടും തന്നെ ഇടപെടുന്നില്ല, അയാളെന്നല്ല അയാളുടെ വീട്ടുകാർ പോലും ഇടപെടുന്നില്ല. അങ്ങനെ ഒരു കുടുംബം മുഴുവൻ അന്തർമുഖരായിട്ട് കഴിയുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് സംശയമുണ്ടാകും. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള സംശയം ഉണ്ടാകുന്ന സമയത്ത് പോലും അവിടെ ഒരു ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും രീതിയിൽ ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടോ ഇത് പോലീസിന്റെ റഡാറിലേ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. NIA ഒരു പക്ഷേ ഇത്രയും വൈകിയെങ്കിലും അന്വേഷിച്ചിരുന്നു, ഈ കേസിന്റെ പിന്നിലായിരുന്നു എന്നതുകൊണ്ടാവുമല്ലോ ചുരുങ്ങിയത് ഇപ്പോഴെങ്കിലും അറസ്റ്റ് ചെയ്തത്. അത് മാത്രമല്ല ഈ കോടതി തന്നെ ചോദിച്ചതാണ്, ഒന്നാം പ്രതി എവിടെയെന്ന ചോദ്യം കോടതി ഉന്നയിച്ചതാണ്. അപ്പോൾ ഒരു മറുപടി കൊടുക്കാനില്ലായിരുന്നു. ഒരു സെക്കൻഡ് ഇത് ഈ ഒരു വിഷയം വിട്ടേക്കൂ, ഈ ഒരു വിഷയം വേണ്ട. അഭിമന്യു കേസ് എടുത്ത് നോക്കൂ. അഭിമന്യു കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഭിമന്യുവിനെ വെച്ചിട്ട് ഏതൊക്കെ രീതിയിലാണ് പൊതുസമൂഹത്തിൽ പ്രചരണം നടത്തിയത്, രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചത് എന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷേ അഭിമന്യുവിന്റെ കേസിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി അവസാനം സ്വമേധയാ വന്ന് കീഴടങ്ങേണ്ടുന്ന സാഹചര്യം വരെ ഉണ്ടായില്ലേ? അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ പോലീസ് എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ ഞാൻ സംശയം ഇതുകൊണ്ടാണ് ഡോക്ടർ B. ജയരാജ് ഉണ്ടാകുന്നത്. ഈ സംസ്ഥാന സർക്കാർ ഇങ്ങനെ സഹായിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അഭിമന്യു കേസിൽ പോലും ഇങ്ങനെ ഉണ്ടായി. അപ്പോൾ ഓരോ സംഭവങ്ങളിൽ ഇങ്ങനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാവുമല്ലോ ഇവരെ സഹായിക്കുകയാണ് എന്ന്. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞൊരു പോയിന്റ് ഇതേ ഉള്ളൂ. ഇരയോടൊപ്പം നിൽക്കാനും നീതി നിഷേധം എതിർക്കാനും കഴിയണം എല്ലാവരും. അതിനകത്ത് ഈ ഒരു കേസിൽ സിവിൽ സൊസൈറ്റിക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന്റെ ഇടപെടലില്ലായ്മ, അതായത് ചർച്ചകളിലൂടെ ഡിബേറ്റുകളിലൂടെ ഈ ഒരു വിഷയത്തിനെ അഡ്രസ്സ് ചെയ്തിട്ടില്ല, പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടില്ല. അതിന് ഭയം കൊണ്ടാണോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ സമയത്ത് ആരും ഇതിനെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾ, ഇവിടുത്തെ അധ്യാപക സംഘടനകൾ, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, ഇവിടുത്തെ പോലീസ്, ഇവിടുത്തെ ഭരണകൂടം, മാറി മാറി വന്ന ഭരണത്തിലിരിക്കുന്ന ആളുകളെല്ലാം ഇതിനകത്ത് കുറ്റക്കാരാണ്. ഞാൻ ഉൾപ്പെടെ, നിങ്ങൾ ഉൾപ്പെടെ, ഈ സംസാരിക്കുന്നവരുൾപ്പെടെ ഇതിനകത്ത് കുറ്റക്കാരാണ്. ഇതേ കാര്യം തന്നെയാണ് മധുവിന്റെ കേസിൽ സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അല്ലാതെ ഈ സിവിൽ സൊസൈറ്റി ആണോ ഇടപെടുന്നത് ഇത്തരം കാര്യങ്ങളിൽ നിന്നുള്ള ചോദ്യത്തിൽ ജാഗരൂകരായ ചോദിക്കട്ടെ. മധുവിന്റെ കേസിൽ ആ കേസിന്റെ പ്രോഗ്രസിൽ സർക്കാർ അഭിഭാഷകന്റെ പങ്ക് എന്തായിരുന്നു, ഏത് രീതിയിലാണ് അതിൽ ആ ഇടപെടൽ ഉണ്ടായത് എന്നതിനെ പറ്റി താങ്കൾക്ക് അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്കൾക്ക് അറിയാമല്ലോ അല്ലേ? ഏത് സാഹചര്യത്തിലാണ് അതിൽ ഒരു പക്ഷേ നടൻ മമ്മൂട്ടി വക്കീലിനെ കൊടുക്കുമെന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ശ്രീ ജയരാജ്, ഞാൻ പറയുന്നത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള വളരെ കൂടുതൽ എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള ഒരാളിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ഇല്ലാതിരിക്കുന്ന ഒരു താല്പര്യം സിവിൽ സൊസൈറ്റിയുടെ ഭാഗത്ത് നിന്ന് വന്നെങ്കിൽ മാത്രമേ ഇനി രക്ഷയുള്ളൂ എന്നാണ് താങ്കൾ പറയുന്നതെങ്കിൽ ഞാൻ പൂർണ്ണമായും താങ്കളുടെ ഒപ്പമാണ്. പക്ഷേ സിവിൽ സൊസൈറ്റിയുടെ മാത്രം ഉത്തരവാദിത്തമല്ല, സംസ്ഥാന സർക്കാർ പല കാര്യങ്ങളിലും ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് മമ്മൂട്ടി വേണമെങ്കിൽ വക്കീലിനെ കൊടുക്കും എന്ന് പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ്. അതെങ്ങനെ മറക്കാൻ കഴിയും? അതല്ലേ ഞാൻ പറഞ്ഞ മാറി മാറി വന്ന എല്ലാ സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണെന്ന്.
അത് ഇത് മാറിയില്ല. മാറി സർക്കാർ മാറി മാറിയില്ല. അതായത് ഈ ഒരു അവിടെ സംഭവം സർക്കാർ ഉണ്ടായി മാറിയില്ല. കഴിഞ്ഞാൽ അത് ഉടനെ CPM തലയെ കൊണ്ട് കെട്ടിവെക്കുക, അല്ല, പിണറായി അവിടെ വിജയന്റെ സർക്കാർ മാറിയില്ല. മുമ്പിൽ ആരുടെ കെട്ടിവെക്കുക എന്ന് കാലത്താണ് പറയുന്നത് കുറെ നാളുകളായിട്ട് തുടർന്നു വന്നതാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് പിടിച്ചു, ഉടനെ CPM കാരന്റെ ഇതോടുകൂടിയാണ് അവിടെ ഒളിവിൽ താമസിക്കുന്ന ഒരു ഭാഷ ഉണ്ടാക്കുക. അതിന് അനാവശ്യമായ ഭാഷകളാണ് ഇതൊക്കെ. ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ്. അവിടെ ഭരിക്കുന്നത് മുസ്ലിം ലീഗുകാരാണെന്ന് കൃത്യമായിട്ട് അറിയാം. അതും മട്ടന്നൂർ അവിടെ പാർട്ടി ഗ്രാമങ്ങളുണ്ട്. ആ പാർട്ടി ഗ്രാമങ്ങളിലുള്ള അറിയാത്തവരാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതിന്റെ കുന്തമന നീളുന്നത് എങ്ങോട്ടാണെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാ മലയാളിക്കും മനസ്സിലാവും, എല്ലാ ആളുകൾക്കും മനസ്സിലാവും കൃത്യമായിട്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. എന്ത് വിഷയമുണ്ടായാലും അതിന്റെ ഉത്തരവാദി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെന്നും കേരളത്തിലെ ഭരണ സംവിധാനമാണെന്നും മറ്റാർക്കും ഇതിനകത്ത് യാതൊരു പങ്കുമില്ലെന്നും മാറി മാറി ഭരിച്ച സർക്കാരുകൾക്കൊരു പങ്കുമില്ല എന്ന് പറയുന്നതിനെയാണ് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള സമൂഹം അത് ചർച്ചയായിട്ട് ഉയർത്തിക്കൊണ്ട് വന്നില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് ചെയ്തില്ല എന്നുള്ള ഒരു സ്വയം വിമർശനത്തോടെ എന്തുകൊണ്ട് കാണാൻ കഴിയുന്നില്ലെന്നാണ് ഞാൻ ചോദിച്ചത്. എന്തുകൊണ്ട് കാണാൻ കഴിയുന്നില്ല? അങ്ങനെ ഒരു സ്വയം വിമർശനം നിങ്ങൾക്ക് നടത്താൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. ഇതൊരു ഇൻട്രോസ്പെക്ഷനുള്ള ഒരു അവസ്ഥയാണ്, ഇൻട്രോസ്പെക്ഷനുള്ള അവസരമാണ്. ഇനിയൊരു ജോസഫ് മാഷ് ഉണ്ടാവാൻ പാടില്ല, ഇനിയൊരു വിഷയം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു അവസരമാണ്. അതിന് തുറന്നിട്ടിരിക്കുകയാണ്. അതിന് പകരം നമ്മൾ വീണ്ടും വീണ്ടും പൊളിറ്റിക്കൽ ഫ്രിഞ്ച് ബെനിഫിറ്റ്സിന് വേണ്ടി ഇത്തരം കാര്യങ്ങളെ സങ്കുചിതമായിട്ട് സ്വീകരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അതാണ് ഞാൻ രേഖപ്പെടുത്തിയതും. അല്ല, നോക്കൂ, ഇവിടെ ശ്രീ മധുവിന്റെ കേസ് താങ്കൾ തന്നെയാണ് ഈ ചർച്ചയിൽ ഉന്നയിച്ചത്, മറ്റൊരാളല്ല. ഞാൻ ചോദിക്കുന്നത് ശ്രീ പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നടക്കുന്ന ഒരു സംഭവത്തിനെ പറ്റിയും അതിൽ എങ്ങനെയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ വരേണ്ടത്, ആര് വരണം, അവരുടെ ഉത്തരവാദിത്തം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെ പറ്റി പറയുകയും അതിൽ മധുവിന്റെ കുടുംബത്തിന് തന്നെ ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടാവുകയും പിന്നീട് പൊതു രംഗത്ത് ശ്രദ്ധേയനായിട്ടുള്ള അല്ലെങ്കിൽ ആക്ടിംഗ് രംഗത്ത് ശ്രദ്ധേയനായിട്ടുള്ള ഒരാൾ വേണമെങ്കിൽ അഭിഭാഷകനെ കൊടുക്കാമെന്ന് പറയുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ഇതിനെ വിമർശിക്കുന്ന സമയത്ത് ഞാൻ പിണറായി വിജയൻ സർക്കാരിനെ പറയണോ, അതോ കരുണാകരൻ സർക്കാരിനെ പറയണോ, അതോ ഉമ്മൻചാണ്ടി സർക്കാരിനെ പറയണോ? അതും കൂടി ചേർത്ത് പറഞ്ഞെങ്കിൽ മാത്രമേ ഈ വിഷയത്തിലെ നീതിയാവുകയുള്ളൂ. താങ്കൾ തന്നെ ഉന്നയിച്ച വിഷയമാണ്. നോക്കൂ, സർക്കാരുകൾ മാറി മാറി നിങ്ങൾ പബ്ലിക് പ്രോസിക്യൂട്ടറിനെ പറയണമെന്ന്, നിങ്ങൾ പബ്ലിക് പ്രോസിക്യൂട്ടറിനെ പറയണം. സർക്കാരിന് ഉത്തരവാദിത്തമില്ല. ശരി, ഞാൻ ഇടപെടുകയാണ്. ഞാൻ ഇടപെടുകയാണ്. ശ്രീ ഡോക്ടർ ബി ജയരാജ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ആ മധുവിന്റെ കാര്യത്തിൽ ഒതുങ്ങി നിൽക്കാതെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പോപ്പുലർ ഫണ്ടിന്റെ നിരോധനം മുകൾ തട്ടിലേ ഉള്ളൂ, അടിവേരുകൾ താഴെ തട്ടിലും ഉണ്ട് എന്നുള്ള ആശങ്ക കൂടി ഇത് ഉയർത്തുന്നുണ്ട്. അവിടെ ഇപ്പോൾ ആരുടെ ഉത്തരവാദിത്തമാണ്? ഇങ്ങനെ ഒരു നിരോധനം വന്നെങ്കിൽ അത് പൂർണ്ണമായ രീതിയിൽ നടപ്പാക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരും സംസ്ഥാന പോലീസും കൂടിയാണ്. അതല്ലാതെ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ മറ്റു പാർട്ടികളിലേക്ക് നുഴഞ്ഞു കയറുന്നുണ്ടോ, സ്ലീപ്പിംഗ് സെല്ലുകളായിട്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഞങ്ങൾക്കും ഒന്നും അറിയില്ലേ എന്ന രീതിയിൽ ഇരിക്കുവാനല്ല സംസ്ഥാന ആഭ്യന്തര വകുപ്പ് വേണ്ടത്. ഈ അകമ്പടി പോകുവാൻ വേണ്ടി മാത്രമല്ല, ഇത്തരം കാര്യങ്ങളാണ് ജനങ്ങൾക്ക് ആശങ്കയുണ്ടാക്കുന്നത്. ഈ സ്ലീപ്പിംഗ് സെല്ലുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന്. ഈ പോപ്പുലർ ഫ്രണ്ട് മാത്രമല്ലല്ലോ ഇവിടെയുള്ള തീവ്രവാദ സംഘടനകൾ. സംഘപരിവാറിന്റെ പല സംഘടനകളും തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ തന്നെയാണ്. അവരും എല്ലാം കൃത്യമായ നുഴഞ്ഞുകയറ്റങ്ങൾ പല പല സംഘടനകൾ കോൺഗ്രസിൽ ഉൾപ്പെടെ നടത്തുന്നതായിട്ട് നമുക്കറിയാൻ പറ്റുന്ന കാര്യമാണ്. RSSന് ഏറ്റവും കൂടുതൽ ശാഖയുള്ളൊരു സ്ഥലമാണ് കേരളം. അപ്പോൾ ആർക്കാണ് ഇതിനകത്ത് താല്പര്യം? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും പരസ്പരം ശക്തിപ്പെടുത്തുമെന്ന്. ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് മാത്രമല്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് മുമ്പ് നിരോധിച്ചിട്ടുണ്ടല്ലോ. നിരോധിച്ചിട്ടുണ്ടപ്പോ എങ്ങനെയായിരുന്നു RSS പ്രവർത്തിച്ചിരുന്നത്? നിരോധിച്ചപ്പോ RSS എല്ലാം പെട്ടിമടക്കി അങ്ങ് പോവല്ലായിരുന്നല്ലോ. അവിടെയും സ്ലീപ്പിംഗ് സെൽസ് ഉണ്ടായിരുന്നല്ലോ. RSS നിരോധനത്തിന് RSS നിരോധിച്ച സമയത്ത് RSSന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് അത് ഡോക്യുമെന്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. RSS ഇന്ത്യയിൽ നിരോധിച്ച സമയത്ത് RSSന്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്നുള്ളത് പോലെ തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിന് ശേഷം അഥവാ ഇനി സ്ലീപ്പിംഗ് സെൽസ് ഉണ്ടെങ്കിൽ അത് പ്രവർത്തിക്കുന്നതെന്ന് തന്നെയാണ്. ഇതിനെ ഞാൻ ഒരുപോലാണ് കാണുന്നത്. രണ്ടും രണ്ട് വ്യത്യസ്ത സംഘടനകളൊന്നുമല്ല. ഹിന്ദുത്വ എന്ന് പറയുന്ന അതേ സാധനം തന്നെയാണ് ISIS. അതിന്റെ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്, രണ്ടും വർഗീയതയാണ്. ഒന്ന് ന്യൂനപക്ഷം, ഒന്ന് ഭൂരിപക്ഷം. സംഘപരിവാറും മുസ്ലിം തീവ്രവാദികളും ഒരേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. അതിനകത്തുനിന്ന് മതത്തിനെ രാഷ്ട്രീയത്തിൽ കലർത്തുകയും അതിനകത്ത് നിന്ന് ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. അതെന്താണ് നമ്മൾ അങ്ങനെ കാണാത്തത്? ഒരു സൈഡിന് മാത്രം പറയുന്നത്, രണ്ട് സൈഡും നമ്മൾ കണ്ടുകൂടെ? ഇന്ത്യ ഒട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? മണിപ്പൂരിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? അത് ഓരോ സംസ്ഥാനങ്ങളും നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവുന്നതല്ലേ? അല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു ഭീകരവാദിയാണെന്നാണോ താങ്കൾ പറയുന്നത്? അതായത് ഒരു RSS കാരനാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഭീകരവാദിയാണെന്ന് ഞാൻ പറഞ്ഞില്ല.
എന്നൊന്നും അല്ല, ഞാൻ അദ്ദേഹം പറഞ്ഞില്ല. ഇന്ത്യയുടെ RSS-കാരനാകുമ്പോൾ പ്രധാനമന്ത്രി അങ്ങനെയാണോ? ഡെമോക്രാറ്റിക്കലി ഇലക്ടഡ് ആയിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ്. അല്ല, അദ്ദേഹം RSS-കാരനാണല്ലോ, അക്കാര്യത്തിൽ സംശയമില്ലല്ലോ. ഷാക്കിലൊക്കെ പോകുമായിരുന്ന ആളാണ്. RSS-കാരനാണ്. RSSന്റെ എല്ലാ ആളുകളും അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഓ, അപ്പൊ ചിലര് മാത്രമാണ് അല്ലേ? ഞാൻ പറഞ്ഞത് സംഘപരിവാറിന്റെ ചില സംഘടനകൾ തീവ്രവാദ സ്വഭാവമുള്ളതാണ്. RSS എന്ന് ഞാൻ പറയുന്നില്ല. RSS എന്ന് ഞാൻ പിൻ പോയിന്റ് ചെയ്ത് പറഞ്ഞില്ല. സംഘപരിവാറിന്റെ എല്ലാ സംഘടനകളും പൊതുവെ പറഞ്ഞതാണ്, കോമൺ ആയിട്ട്. അതിപ്പോ ഹനുമാൻ സേനയാണെങ്കിലും ആയിക്കോട്ടെ, ബജ്രംഗ് ദൾ ആയിക്കോട്ടെ, അല്ലേ? RSS നിരോധിച്ച സമയത്ത് എല്ലാ പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ച് അവരെ പിൻവാങ്ങുകയായിരുന്നോ? അല്ലല്ലോ. അല്ല, താങ്കൾ RSS നിരോധിച്ച സമയത്ത് RSS പിൻവാങ്ങുകയായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു. അല്ലല്ല, താങ്കൾ പറയുന്നത് ഒരു സൈഡിൽ RSSനെ പറയുമ്പോൾ RSS മഹാത്മാഗാന്ധി വെടിവെച്ച് വന്നത്. RSSനെ പോലുള്ള സംഘടനകളല്ലേ? ആണോ? RSS ആണോ മഹാത്മാഗാന്ധി വെടിവെച്ച് വന്നേ? അപ്പോൾ പേര് മാറ്റുമ്പോൾ ഒരു ഹിന്ദു മുന്നണി എന്ന് പേര് മാറ്റുകയും അതല്ലെങ്കിൽ ഹിന്ദു സംഘം എന്ന് പേര് മാറ്റുകയും അല്ലെങ്കിൽ പ്രമോദ് മുത്തലിഖിന്റെ സംഘടന പോലെ ഒരു സംഘടന ഉണ്ടാക്കുകയും അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ഒരു പാർട്ടി ഉണ്ടാക്കുകയും അതിന്റെ പേരിൽ കുറ്റം ആരോപിക്കുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും ഇതിന്റെയൊക്കെ ആസൂത്രണം എവിടെയാണ് നടക്കുന്നത്? ഇതെല്ലാം തമ്മിൽ, അതുകൊണ്ടാണല്ലോ സംഘപരിവാരങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇത് തമ്മിൽ ഒരുപാട് കൊടുക്കലും വാങ്ങലുകളും ഉണ്ടല്ലോ. ഒന്നും വേറിട്ട് നിൽക്കുന്ന സംഘടനകളൊന്നും അല്ലല്ലോ. ഇതിനൊരു കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടല്ലോ. അത് ഹിന്ദു വർഗീയത തന്നെയാണല്ലോ. അതിനകത്ത് യാതൊരു സംശയം വേണ്ട. ഈ സംഘപരിവാർ ശക്തികളുടെ കോമൺ മിനിമം പ്രോഗ്രാം എന്ന് പറയുന്നത് ഹിന്ദു വർഗീയത തന്നെയാണ്, ഹിന്ദുത്വം തന്നെയാണ്, മനുവാദം തന്നെയാണ്. യാതൊരു സംശയം വേണ്ട. പ്രധാനമന്ത്രി വർഗീയവാദിയാണെന്നാണോ താങ്കൾ പറയുന്നത്? അങ്ങനെയാണോ? അതാണോ താങ്കളുടെ അഭിപ്രായം? വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുക. പ്രധാനമന്ത്രി എടുത്താൽ വർഗീയവാദിയാണ്. എടുത്താൽ താങ്കൾ എടുത്താലും ഞാൻ എടുത്താലും വർഗീയവാദിയാണ്. അല്ലല്ല, നിലപാടുകൾ എടുത്താൽ എന്നുള്ള ഒരു കണ്ടീഷൻ അല്ല, കാവിയറ്റ് അല്ല. അങ്ങനെയാണെങ്കിൽ താങ്കളും വർഗീയവാദിയാകും, നിലപാടെടുത്താൽ ഞാനുമാകും. ഞാൻ ചോദിക്കുന്നത് RSS-കാരനും സംഘപരിവാറുകാരനും താങ്കൾ ഈ പറയുന്ന വർഗീയത അവർക്ക് ബാധകമാണെങ്കിൽ പ്രധാനമന്ത്രി വർഗീയവാദിയാണോ? അതാണ് എന്റെ ചോദ്യം. വളരെ സിമ്പിൾ ആണ്. എന്തുകൊണ്ടാണ് മറുപടി പറയാൻ കഴിയാത്തത്? തീവ്രവാദിയാണോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും അല്ല എന്ന് പറഞ്ഞു. വർഗീയവാദിയാണോ? എന്റെ ചോദ്യം വളരെ പിൻ പോയിന്റ് ആയിട്ട് ചെയ്തിട്ട് പറയും. ഇപ്പൊ ഇന്ത്യയുടെ ഡെമോക്രാറ്റിക്കലി ഇലക്ടഡ് ആയിട്ടുള്ള ഒരു പ്രധാനമന്ത്രി, ആ ഡെമോക്രാറ്റിക്കലി ഇലക്ടഡ് ആയിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയെ വർഗീയവാദി അഥവാ വർഗീയത ആണെങ്കിൽ കൂടിയും എനിക്ക് വർഗീയവാദി എന്ന് പറയാൻ വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വർഗീയതയും അദ്ദേഹം ഒരേ കണ്ണിലൂടെ തന്നെ കാണുന്നു. അതാണ് ശ്രീ ശ്രീജിത്ത് പണിക്കർ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചും അദ്ദേഹം അതാണ് വ്യക്തമാക്കിക്കൊണ്ടിരുന്നതും. ഞാൻ 4 പേരിലേക്കും വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഈ പരിപാടി അയോധ്യയിലെ പ്രാൺ പ്രതിഷ്ഠ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കില്ല. BJP-യുടെയും RSS-ന്റെയും രാഷ്ട്രീയ പദ്ധതിയാണെന്നും ഭക്തി വ്യക്തിപരമാണെന്നും കാട്ടിയാണ് തീരുമാനം. UP ഘടകത്തിന്റെ എതിർപ്പ് മറികടന്നാണ് തീരുമാനം. വിവരങ്ങളുമായി MG രേണുകയാണ് ചേരുന്നത്. രേണുക, ഇത് സംബന്ധിച്ച ഒരു രാഷ്ട്രീയ നിലപാട് എന്ത് എന്ന് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ നിരവധി തവണയായി കോൺഗ്രസിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴിതാ വ്യക്തത വരുത്തുകയാണ്. ഉദ്ഘാടന ചടങ്ങിൽ, പ്രാൺ പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന്. എന്താണ് ഇതിന് കോൺഗ്രസ് പറയുന്ന കാര്യം? അതെ അഭിലാഷ്, ഈ ക്ഷണം ലഭിച്ചത് മുതൽ കോൺഗ്രസ് നേരിടുന്ന വിമർശനത്തിന് ഒപ്പം ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്ന പ്രതിസന്ധിക്ക് ഒരു അവസാനമുണ്ടായിരിക്കുന്നു എന്ന് തന്നെ പറയാം. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് വാർത്താക്കുറിപ്പിലൂടെയാണ് കോൺഗ്രസ് ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. ഇത് രാഷ്ട്രീയവൽക്കരിക്കാൻ, ഈ ചടങ്ങ് രാഷ്ട്രീയവൽക്കരിക്കാൻ RSS-ഉം BJP-യും ശ്രമിക്കുന്നു എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് ഈ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനം ഇപ്പോൾ ഔദ്യോഗികമായി എടുത്തിരിക്കുന്നത്. 2019 കോടതി വിധിയെ മാനിക്കുന്നു, രാമനെ ആരാധിക്കുന്ന ജനങ്ങളുടെ വികാരം മാനിക്കുന്നു. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ അപൂർണമായ ക്ഷേത്രത്തിന്റെ, പണി പൂർത്തിയാകാത്ത ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് നേതാക്കൾ വിട്ടുനിൽക്കുന്നു എന്നതാണ് ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. നമുക്കറിയാം, അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, മുൻ അധ്യക്ഷ സോണിയാഗാന്ധി, ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൗധരി, ഇവർക്കാണ്, ഈ 3 പേർക്കാണ് ക്ഷണം ലഭിച്ചിരുന്നത്. ട്രസ്റ്റ് അംഗങ്ങൾ നേരിട്ടെത്തിയാണ് ഇവരെ ക്ഷണിച്ചത്. പക്ഷേ കോൺഗ്രസിന് ക്ഷണം ലഭിച്ച് ഇത്രയും ദിവസമായതിനു ശേഷവും അതിലൊരു വ്യക്തമായ തീരുമാനമെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളായ CPM-ഉം തൃണമൂൽ കോൺഗ്രസും ലീഗും ഒക്കെ ക്ഷണം ലഭിച്ചപ്പോൾ തന്നെ അത് നിരസിക്കുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ കോൺഗ്രസിന് വ്യക്തമായൊരു തീരുമാനമെടുക്കാൻ കഴിയാതിരുന്നത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. മതം എന്നത് വ്യക്തിപരമായ വിഷയമാണ്. കോൺഗ്രസ് പാർട്ടി എന്ന നിലയിൽ ഇതിൽ പങ്കെടുക്കില്ല. അതിന്റെ അർത്ഥം ഒരുപക്ഷെ
വ്യക്തികൾ എന്ന നിലയിൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനോ മറ്റോ വിലക്കില്ല. പക്ഷേ പാർട്ടി ഔദ്യോഗികമായ ആ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നത് തന്നെയാണ്. അങ്ങനെ ആ പ്രതിസന്ധിക്ക് ഒരു തീരുമാനം അല്ലെങ്കിൽ അതിന് ഒരു അറുതി വരുത്തിയിരിക്കുന്നു കോൺഗ്രസ്. ഒപ്പം ഇത് ഇന്ത്യ മുന്നണിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു തീരുമാനമായി കൂടി കാണാം. കാരണം മറ്റ് പാർട്ടികൾ സ്വീകരിച്ചിരിക്കുന്നതിന് സമാനമായ ഒരു തീരുമാനം കോൺഗ്രസിന് എടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ രണ്ടാം ജോഡോ യാത്ര, ന്യായ് യാത്ര ഒക്കെ തുടങ്ങാനിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് ഇങ്ങനെ ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നു എന്നത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. 22ലേത് രാഷ്ട്രീയ ചടങ്ങാണ്, അത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് എന്ന് പറയുന്നു. അപ്പോൾ അയോധ്യ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർന്നു വരുമ്പോൾ കോൺഗ്രസ് ഇനി ഈ നിലയിലായിരിക്കും അതിനെ പ്രതിരോധിക്കാൻ പോകുന്നത്. പണി പൂർത്തിയാകാത്ത ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം തിരക്ക് പിടിച്ച് നടത്തുന്നത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ്, അതുകൊണ്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന ഒരു ന്യായീകരണവും കോൺഗ്രസ് നൽകും. അയോധ്യയിലെ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കില്ല. BJPയുടെയും RSSന്റെയും രാഷ്ട്രീയ പദ്ധതിയാണെന്നും ഭക്തി വ്യക്തിപരമാണെന്നും കാട്ടിയാണ് തീരുമാനം. UP ഘടകത്തിന്റെ എതിർപ്പ് മറികടന്നാണ് തീരുമാനം. വിവരങ്ങളുമായി MG രേണുകയാണ് ചേരുന്നത്. രേണുക, ഇത് സംബന്ധിച്ച ഒരു രാഷ്ട്രീയ നിലപാട് എന്ത് എന്ന് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ നിരവധി തവണയായി കോൺഗ്രസിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴിതാ വ്യക്തത വരുത്തുകയാണ്, ഉദ്ഘാടന ചടങ്ങിൽ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന്. എന്താണ് ഇതിന് കോൺഗ്രസ് പറയുന്ന കാര്യം? അതെ അഭിലാഷ്, ഈ ക്ഷണം ലഭിച്ചത് മുതൽ കോൺഗ്രസ് നേരിടുന്ന വിമർശനത്തിന് ഒപ്പം ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്ന പ്രതിസന്ധിക്ക് ഒരു അവസാനമുണ്ടായിരിക്കുന്നു എന്ന് തന്നെ പറയാം. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് വാർത്താക്കുറിപ്പിലൂടെയാണ് കോൺഗ്രസ് ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. ഇത് രാഷ്ട്രീയവൽക്കരിക്കാൻ, ഈ ചടങ്ങ് രാഷ്ട്രീയവൽക്കരിക്കാൻ RSSും BJPയും ശ്രമിക്കുന്നു എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് ഈ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനം ഇപ്പോൾ ഔദ്യോഗികമായി എടുത്തിരിക്കുന്നത്. 2019 കോടതി വിധിയെ മാനിക്കുന്നു, രാമനെ ആരാധിക്കുന്ന ജനങ്ങളുടെ വികാരം മാനിക്കുന്നു. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ അപൂർണമായ ക്ഷേത്രത്തിന്റെ, പണി പൂർത്തിയാകാത്ത ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് നേതാക്കൾ വിട്ടുനിൽക്കുന്നു എന്നതാണ് ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. നമുക്കറിയാം, അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, മുൻ അധ്യക്ഷ സോണിയാഗാന്ധി, ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൗധരി, ഇവർക്കാണ്, ഈ 3 പേർക്കാണ് ക്ഷണം ലഭിച്ചിരുന്നത്. ട്രസ്റ്റ് അംഗങ്ങൾ നേരിട്ടെത്തിയാണ് ഇവരെ ക്ഷണിച്ചത്. പക്ഷേ കോൺഗ്രസിന് ക്ഷണം ലഭിച്ച് ഇത്രയും ദിവസമായതിനു ശേഷവും അതിലൊരു വ്യക്തമായ തീരുമാനമെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളായ CPMഉം തൃണമൂൽ കോൺഗ്രസും ലീഗും ഒക്കെ ക്ഷണം ലഭിച്ചപ്പോൾ തന്നെ അത് നിരസിക്കുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ കോൺഗ്രസ് സവാദിനെ ഒളിച്ചു കഴിയാൻ സഹായിച്ചവർ ആരൊക്കെയാണ്? സ്ലീപ്പിംഗ് സെല്ലുകൾ ഇപ്പോഴും പ്രവർത്തിക്കുകയാണോ മതഭീകര സംഘടനകളുടെ? ശ്രീ MK ഹരിദാസ്, ഇവിടെ ഡോക്ടർ B ജയരാജ് പറഞ്ഞത് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല എന്നാണ്. ഇത്തരത്തിലുള്ള ഏത് കാര്യങ്ങൾ വരുമ്പോഴും CPMനെ നമ്മൾ സംശയനിഴലിൽ നിർത്തുന്നു, സർക്കാരിനെ സംശയനിഴലിൽ നിർത്തുന്നു. ഇതൊരു ഫാഷനായി മാറുകയാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. മറുപടി: എന്തും കൊണ്ട് ചെന്ന് എത്തിക്കുന്നത് CPMന്റെ ചുമലിലും ആ ചുമലിൽ നിന്ന് അത് നേരെ വിരൽ ചൂണ്ടുന്നത് പിണറായി വിജയനെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടിയാണ് എന്നൊക്കെ ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ പാനലിസ്റ്റ് പറയുന്നതിനോട് ഒരു യോജിപ്പുമില്ല. സാർ, അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കണം. ഏലത്തൂർ കേസിൽ പിണറായി വിജയന്റെ പേരൊന്നും ആരും വലിച്ചഴച്ചു കൊണ്ടുവന്നിട്ട് അത് സംസ്ഥാന പോലീസിന്റെ പരാജയമാണെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഏലത്തൂർ കേസിലെ പ്രതിയെ ഏകദേശം 48 മണിക്കൂറിനുള്ളിൽ പിടിച്ചത് സംസ്ഥാന പോലീസിന്റെ സാമർത്ഥ്യം കൊണ്ടാണെന്ന് സൈബർ സഖാക്കള് സമൂഹ മാധ്യമങ്ങളിലൂടെ കൊട്ടിഘോഷിച്ചപ്പോൾ അങ്ങനെയല്ല ഉണ്ടായത്. അതിൽ NIA ആണ് പിടിച്ചത്. അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാത്രമേ കേരള പോലീസിന്റെ പങ്കുണ്ടായിട്ടുള്ളൂ എന്ന നിലയ്ക്കുള്ള ഒരു വീക്ഷണം സമൂഹത്തിൽ നിന്ന് നടന്നിട്ടുണ്ട്. അല്ലാണ്ട് അത് പിണറായി വിജയന്റെ തലക്കിടാൻ വേണ്ടിയിട്ട് ആരും ശ്രമിച്ചിട്ടില്ല, CPMന്റെ തലക്കിടാൻ ആരും ശ്രമിച്ചിട്ടില്ല. ഇനി ഇവിടെ കളമശ്ശേരി, എറണാകുളത്തിന്റെ സമീപത്തുള്ള കളമശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് യഹോവ സാക്ഷികളുടെ ഒരു സമ്മേളനത്തിലുണ്ടായ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം പിണറായി വിജയനിലേക്കും അതുപോലെ തന്നെ CPM എന്ന പാർട്ടിയിലേക്കും ആരും കൊണ്ടുചെന്ന് എത്തിച്ചിട്ടില്ല. ഒരു നിലയ്ക്കും കൊണ്ടുചെന്ന് എത്തിക്കാനും ആവില്ല. കാരണം അതൊന്നും മണത്തറിയാൻ കഴിയാത്ത പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ, സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും ഇന്റലിജൻസിന്റെയും പരാജയത്തെക്കുറിച്ച് പറയുക എന്നല്ലാണ്ട് അതൊക്കെ വരുത്തി വെച്ചത് പിണറായി വിജയന്റെ ഭരണവൈകല്യം കൊണ്ടാണെന്നൊന്നും ആരും പറയാൻ തയ്യാറല്ല. അതേ സമയത്ത് ഇവിടെ മറ്റൊരു പാനലിസ്റ്റ് പറഞ്ഞ കൊല്ലത്ത് തട്ടിക്കൊണ്ടുപോകപ്പെട്ടൊരു കുട്ടിയെ ഏകദേശം
40 മണിക്കൂറായിട്ടും ഇത്രയേറെ ആധുനിക സജ്ജീകരണങ്ങളുള്ള ഒരു സംസ്ഥാനത്ത്, ഇത്രയേറെ AI ക്യാമറകളും CCTVകളും പ്രവർത്തിക്കുന്ന ഒരു സ്ഥലത്ത് അതിന് 40 മണിക്കൂറോളം ചെലവഴിക്കേണ്ടി വന്ന സംസ്ഥാന പോലീസിന്റെ പിടിപ്പുകേടിനെ പറ്റി പറയുമ്പോൾ ആ സംസ്ഥാന പോലീസിനെ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിനെ തീർച്ചയായും വിമർശിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ ആലുവയിലെ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞിട്ട് കേവലം 27 ദിവസം കഴിഞ്ഞപ്പോൾ മറ്റൊരു കുട്ടിയെ പിടിച്ചുകൊണ്ടുപോയിട്ട് ഇതുപോലെ തന്നെ ബലാത്സംഗം ചെയ്യപ്പെടാൻ എന്താണ് പറഞ്ഞത്? ബലാത്സംഗം ചെയ്യപ്പെടാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ അയൽവാസി ഉണർന്നതിന്റെ പേരില് തീർച്ചയായിട്ടും പിടിക്കണം. ഉറങ്ങിക്കിടക്കുന്നവരെ കൊണ്ടുപോയി ചവിട്ടിക്കൊല്ലുന്ന പോലീസിനെ നയിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് അതിനാവണം. ഒരു മുഖ്യമന്ത്രിക്ക് ഒരു കെവിൻ എന്ന് പറയുന്ന യുവാവിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞപ്പോൾ പോലീസ് പറഞ്ഞത് എന്താണെന്ന് അങ്ങേക്ക് അറിയോ? ഞങ്ങൾ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്ന ഡ്യൂട്ടിയിലാണ് ഈ പോലീസുകാർ, അപ്പോൾ ഞങ്ങൾക്കതിന് പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ആ യുവാവിന്റെ ജീവൻ ബലിയർപ്പിക്കപ്പെട്ട സ്ഥലത്ത് 40 മണിക്കൂർ എന്നല്ല, 1 മണിക്കൂറിനുള്ളിൽ ലൈറ്റ് കത്തണം സാർ. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ നികുതി പണം ഇവിടുത്തെ പോലീസിന് ശമ്പളം നൽകുന്നത്. അതിലെ ഏകദേശം 250-450 പോലീസുകാരെ ഈ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്നത്. ഈ മുഖ്യമന്ത്രി അത്തരത്തിലുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ സംരക്ഷിക്കുമെന്ന ചിന്തയിലാണ്. അറിയോ താങ്കൾക്ക്? ലൈറ്റ് കത്തണ്ടോടത്ത് ലൈറ്റ് കത്തണം. മിസ്റ്റർ ഹരിദാസ് പറയുമ്പോൾ കുറച്ചുകൂടെ ന്യായമായിട്ട് സംസാരിക്കൂ. 250-450 പോലീസുകാർ എവിടെയാണോ അപകടത്തിൽ പോകുന്നത്? വെറുതെ കണക്കുകളെന്ന് പറയണോ? സാർ ഒരു മിനിറ്റ്, വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുകയല്ല. താങ്കൾ ഇടപെടുമ്പോൾ ഞാൻ പറയുന്നത് കേൾക്കൂ സാർ. എന്തുകൊണ്ടാണ് നവകേരള സദസ്സിന് 1,05,00,000 രൂപയുടെ ബസ് തയ്യാറാക്കിയതെന്ന് താങ്കളുടെ മുഖ്യമന്ത്രി പറഞ്ഞത്? ഞങ്ങളുടെ എല്ലാം അകമ്പടി വാഹനങ്ങൾ അനുഗമിച്ചാൽ ഉണ്ടാകുന്ന അല്ല, അദ്ദേഹത്തോട് താങ്കൾ മിണ്ടാതിരിക്കാൻ പറയൂ. ഞാൻ വിഷയത്തിലേക്ക് വരാം. അദ്ദേഹത്തോട് മിണ്ടാതിരുന്നു സാർ. എണ്ണിയിട്ടുള്ളതാണ് മഞ്ജുഷ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? ഇതിൽ സംസ്ഥാന പോലീസിന്റെ അടുത്ത് അങ്ങേയറ്റം അദ്ദേഹം എന്ത് പറയുന്നു എന്നുള്ളതല്ല, സംസ്ഥാന പോലീസ് അങ്ങേയറ്റം ജാഗ്രത കാണിക്കേണ്ട ഒരു വിഷയത്തിൽ ഇവിടെ അവരുടെ കയ്യിൽ അങ്ങേയറ്റം തെറ്റുപറ്റി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വ്യക്തിയുടെ 2ാമത്തെ കുട്ടി ജനിച്ചിരിക്കുന്നത് അവിടെയാണ്. ഈ വ്യക്തി 2ാമത്തെ കുട്ടി ജനിക്കാൻ വേണ്ടിയിട്ട് ആശുപത്രിയിലേക്ക് ഭാര്യയെ കൊണ്ടുപോയിട്ടുണ്ട്. താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. ആരാണ് ഇദ്ദേഹത്തിന് ഈ വീടെടുത്ത് കൊടുത്തിരിക്കുന്നത്? ആരാണ് ഈ വീട്ടുടമസ്ഥൻ? ഇദ്ദേഹം ആശാരിപ്പണി ചെയ്യുന്നു എന്ന് പറയുന്നതല്ലാതെ ഇന്ന് കണ്ണൂരുള്ള എൻ്റെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ അതിന് കൃത്യമായിട്ടൊരു വരുമാനം ഇദ്ദേഹത്തിന്റെ കുടുംബത്തെ പോറ്റാനും വാടക കൊടുക്കാനും ലഭിക്കുന്നു എന്നുള്ള നിലയിലുള്ളൊരു വരുമാനം ഇദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ടില്ല. ആരാണ് ഇദ്ദേഹത്തിന്റെ കുടുംബം നടത്താൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് പൈസ കൊടുത്തിരിക്കുന്നത്? ഇതിന്റെ ഗൂഢാലോചന, ഈ പാവപ്പെട്ട പ്രൊഫസറുടെ കൈ വെട്ടിയതിന്റെ ഗൂഢാലോചന ആരെല്ലാം ചേർന്നാണ് നടത്തിയത് എന്ന് TP ചന്ദ്രശേഖരന്റെ വധത്തിന് പിന്നിലെ ഗൂഢാലോചന പോലെ പുറത്തു വരാതിരിക്കരുത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് ഈ NIA ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുക വഴി പുറത്തു വന്നാൽ നമുക്കൊക്കെ ആശ്വസിക്കാമെന്നല്ലാതെ TP ചന്ദ്രശേഖരനെ കൊല്ലുമ്പോൾ ആരാണ് ഇവിടെ ഭരിച്ചിരുന്നതെന്ന് ആലോചിക്കണം. അന്തർധാരയുടെ പേരിൽ മാത്രമാണ് അതിന്റെ ഗൂഢാലോചന കേസ് ഇന്നും പുറത്തു വരാത്തത്. ആരാണ് അതിന് പ്രേരണ നൽകിയതെന്ന് വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കല്ല. അതുപോലെ ഈ വിഷയവും ഇല്ലാതാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹിക്കാം. ഇവിടെ അഭിമന്യുവിന്റെ വധക്കേസിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് പറയാണ്, പ്രതിക്ക് ബോറടിച്ചപ്പോൾ പ്രതി വന്നിട്ട് ഈ സംസ്ഥാന പോലീസിന്റെ കീഴിലെ ഒരു ബൾബും ഒരു ലൈറ്റും കത്താതെ കീഴടങ്ങേണ്ടി വന്നു. ഇവിടെ ശ്രീ ജയരാജ് പറഞ്ഞ് ഉദ്ഘോഷിക്കുന്ന പോലീസില്ലേ, ഇതാ ഞാൻ വന്ന് കീഴടങ്ങുകയാണ്, ബോറടിച്ചു അദ്ദേഹത്തിന്. ഈ അഭിമന്യു കൊല്ലപ്പെടുകയില്ലായിരുന്നു സാർ. താങ്കളത് ആലോചിക്കണം. ഈ മരിച്ചുപോയ PT തോമസ് എന്ന് പറയുന്ന നല്ലവനായ MLA നിയമസഭയിലെ ഈ മഹാരാജാസ് കോളേജിലെ ആയുധ ശേഖരണവും അവിടുത്തെ യുവാക്കൾ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളും പറ്റി പറഞ്ഞ് നിയമസഭയിൽ നടത്തുന്ന ഒരു പ്രസംഗം അങ്ങ് കേൾക്കണം. അന്ന് അതിനെ തടസ്സപ്പെടുത്തിയത് ആരാറിയോ? അങ്ങ് പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയുടെ 2 യുവജന നേതാക്കള്. അതിലൊരാൾ ഇപ്പോൾ സ്പീക്കറാണ്, ഒരാള് തൃപ്പൂണിത്തുറയിൽ തോറ്റ M സ്വരാജ് എന്ന് പറയുന്ന MLA ആണ്. അന്ന് ആ MLAയുടെ വാക്കുകൾ കേട്ടിരുന്നുവെങ്കിൽ ഈ പറയുന്ന അഭിമന്യുവിനെ കൊലയ്ക്ക് കൊടുക്കേണ്ടി വരുമായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക്, അതായത് ഇടതുപക്ഷം എന്ന് പറയുന്ന
ഈ പ്രസ്ഥാനത്തിന് നല്ല കാര്യങ്ങൾ കേൾക്കാൻ നായനാർ പറഞ്ഞതാണ്. നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനും കുറച്ച് സമയം വേണം. താങ്കൾ പറഞ്ഞത് തന്നെ ബൾബ് കത്താൻ കുറച്ച് സമയം വേണം. ആ സമയത്തിൻ്റെ ദോഷഫലങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളിലൂടെ വരികയാണെങ്കിൽ അത് സമൂഹത്തിന്റെ, സൊസൈറ്റിയുടെ ബാധ്യതയാണെന്ന് പറഞ്ഞ് ഒഴിയുന്ന രീതി ഉണ്ടല്ലോ സാർ, അത് മോഹൻ വർഗീസ് SDPUമായിട്ട് കൂട്ടുകൂടുവാൻ ഇവിടെ CPM നടത്തിയ ശ്രമം അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അത് മാത്രമല്ല, ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലൊക്കെ ഇപ്പോഴും ഒന്നിച്ച് ഭരിക്കുന്ന സ്ഥിതിയും ഒക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഈ പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയാണ് അവിടെ. ഇപ്പോൾ തന്നെ അനീഷ് റിപ്പോർട്ട് ചെയ്തുവല്ലോ, ഈ സ്ഥലത്ത്, ഈ സവാദിനെ പിടികൂടിയ സ്ഥലത്ത് SDPAക്ക് വലിയ രീതിയിൽ സ്വാധീനമുള്ള പ്രദേശം കൂടിയാണ്. മഞ്ജുഷ്, ഇത് പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഈ വർഗീയതയൊന്നും തൊട്ടുകൂടാനാവാത്ത കാര്യമൊന്നുമില്ല. വർഗീയതയ്ക്കെതിരെ അതിഘോരമായി സംസാരിക്കും. പക്ഷെ പ്രായോഗികമായി ചില നീക്കുപോക്കുകൾ, അതിന് അടവ് നയം എന്ന പേര് ഉപയോഗിക്കാം, മറ്റു പല പേരുകൾ ഉപയോഗിക്കാം, ഇങ്ങനെയൊക്കെ നീക്കുപോക്കുകൾ നടത്തും. ആ നീക്കുപോക്കുകളൊക്കെ വളരെ പരസ്യമായി വന്ന ഒരു സമയം എൻ്റെ ഓർമ്മയിൽ വരികയാണ്. അതാണ് ഈ CPM-ൽ വിഭാഗീയത കത്തി നിന്ന ഒരു സമയത്ത് പ്രശസ്തമായ ശംഖുമുഖം പ്രസംഗം, അതാണല്ലോ ബക്കറ്റിൽ വെള്ളം കോരി വെക്കുന്നതിനെക്കുറിച്ച് നടത്തിയ ശ്രീ പിണറായി വിജയൻ നടത്തിയ പ്രസംഗം. അവിടെ അതിന് സാക്ഷിയായതാരാണ്? മദനിക്ക് നൽകിയ സ്വീകരണമാണ് അല്ലേ? അബ്ദുൾ നാസർ മദനിക്ക് നൽകിയ സ്വീകരണം, CPM നൽകിയ സ്വീകരണത്തിൽ, ആ പ്രസംഗത്തിലാണ് ഈ പാർട്ടിയുടെ ഒരു ഘടനയെക്കുറിച്ച് സംസാരിക്കുകയും വിഭാഗീയതയെ എതിർക്കുന്നതിൻ്റെ ഭാഗമായി ശ്രീ അച്യുതാനന്ദനെതിരെ നടത്തിയ പരാമർശം അതെന്തായിരുന്നു? ഈ പ്രസ്ഥാനത്തിൻ്റെ മാർത്തട്ടോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ ഒരുവന് ശക്തി ഉണ്ടാകൂ. അത് ബക്കറ്റിൽ വെള്ളം കോരി വെക്കുമ്പോൾ ആ തിരകൾ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ആർത്തലച്ചു വരുന്ന തിരകൾക്കുള്ള അത്രയും ശക്തി ഉണ്ടാവില്ല ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ. ആ പ്രസംഗം അതാണ് അവിടെ ഫേമസ് പ്രസംഗം. അവിടെ അതിൻ്റെ പശ്ചാത്തലം എന്താണ്? ഇത് അബ്ദുൾ നാസർ മദനിയോട് പരസ്യമായ സൗഹാർദ്ദം. അതുവരെ എല്ലാ കക്ഷികളും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരുന്നു. അബ്ദുൾ നാസർ മദനി വഴി ലഭിക്കാൻ പോകുന്ന അന്ന് ഒരു തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സമയമാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പാണെന്ന് ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നില്ല. അതിന് പ്രയോജനപ്പെടുത്താൻ വേണ്ടി മുസ്ലിം വോട്ട് ലക്ഷ്യമാക്കി നടത്തിയ നീക്കങ്ങളാണ്. അത് മുതൽ ഇങ്ങോട്ട് വലിയ തോതിലാണ് CPM-ൻ്റെ ഭാഗത്ത് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തെയും അല്ലെങ്കിൽ ഒരു ചെറിയ മുസ്ലിം തീവ്ര വിഭാഗത്തെയും ഒരു കോൺഫിഡൻസിലെടുത്തുകൊണ്ട്, അപ്പോൾ ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടം കടുപ്പിക്കുമ്പോൾ അവിടെ ന്യൂനപക്ഷ വർഗീയത അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗത്തിലെ മുസ്ലിം വിഭാഗത്തിലെ തീവ്ര വിഭാഗമുള്ള വളരെ ചെറിയൊരു വിഭാഗമാണ്. മുസ്ലിം വിഭാഗത്തിൻ്റെ മഹാഭൂരിപക്ഷവും കേരളത്തിൽ മിതവാദികൾ തന്നെയാണ്. അത് ചെറിയൊരു ഭാഗമാണ് തീവ്ര വികാരമുള്ളവർ. ആ വികാരമുള്ളവരെ തങ്ങളിലേക്ക് അടുപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള SDPI പോലെയുള്ള തീവ്ര സംഘടനകൾക്ക്, അതിപ്പോൾ നിരോധിക്കപ്പെട്ടു, അതിനു മുമ്പ് നിരോധനം ഇല്ലായിരുന്ന സമയത്ത് അവരുടെ അണികളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ പ്രത്യയശാസ്ത്രപരമായി ഒരു ബുദ്ധിമുട്ടും CPM-നുണ്ടായിട്ടില്ല എന്നതാണ് എനിക്ക് നോക്കി കാണാനുള്ളത്. അതുകൊണ്ട് ഈ പുറമേ പറയുന്ന വർഗീയതയെക്കുറിച്ചും ഭൂരിപക്ഷ വർഗീയതയെക്കുറിച്ചും ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ചും വാദോരാതെ സംസാരിക്കുമ്പോഴും ഇലക്ട്രൽ പൊളിറ്റിക്സ് തന്നെയാണ്. CPM-നെ മാത്രം കുറ്റപ്പെടുത്തേണ്ട കേട്ടോ, പിന്നിലായിരുന്നില്ല. എല്ലാ പാർട്ടികളും അങ്ങനെ തന്നെയാണ്. പ്രായോഗിക രാഷ്ട്രീയം അങ്ങനെ തന്നെയാണ്. അധികാരം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം നമ്പേഴ്സിൻ്റെ ഒരു ഗെയിമാണല്ലോ മഞ്ജുഷ്. അപ്പോൾ ഇവിടെ നമ്പേഴ്സ് തികക്കണമെങ്കിൽ കേരളത്തിൽ നോക്കുക. കേരളത്തിലൊരു കമ്മ്യൂണൽ, ഇപ്പോൾ കേരളത്തിൽ എല്ലാവരും സെക്യുലറായി ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. കേരളം തികച്ചും ഒരു മതപരമായി ചിന്തിക്കുന്ന ആളുകളുടെ സ്ഥലം തന്നെയാണ്. അപ്പോൾ മതവും ജാതിയും ഒക്കെ നോക്കി തന്നെയാണല്ലോ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്. അതുകൊണ്ട് മുസ്ലിം ജനസാമാന്യം ഇന്ന് 25%, കേരളത്തിൻ്റെ ജനസംഖ്യയുടെ 25% മുസ്ലിംസ്. രണ്ടാമത്തെ വലിയ വിഭാഗം എന്ന് പറയുന്നത്, ഇവിടെ ജോസഫ് സാർ എന്ന് പറയുന്നത് മതഭീകരതയുടെ ഇരയാണ്. മഞ്ജുഷ്, മതഭീകരതയുടെ ഇരയായി ആ നിമിഷം, ആ ഒരു ടേണിംഗ് പോയിന്റ് ജോസഫ് സാറിനെതിരെ 2010 നടന്ന കൈവെട്ട് ആക്രമണത്തിന് ശേഷം കേരളത്തിൻ്റെ ഈ മത മനസ്സുകളിൽ വന്ന ചേഞ്ച് നമ്മൾ നോക്കൂ. അപ്പം ക്രിസ്ത്യൻസ് ആർ പിറ്റഡ് അഗൈൻസ്റ്റ് ദ മുസ്ലിം, ആ ഒരു നറേറ്റീവ് ബോധപൂർവം എടുത്ത് രാഷ്ട്രീയ കക്ഷികൾ കൊണ്ടുവന്നതാണ്. അതായത് ഒരു വലിയ ഇസ്ലാമോഫോബിയ, ക്രൈസ്തവ വിഭാഗത്തിനിടയിൽ ഒരു ഇസ്ലാമോഫോബിയ. അപ്പം ലവ് ജിഹാദ് ഇവിടെ ഉള്ള കാര്യങ്ങളല്ല. ലവ് ജിഹാദ് ഒന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇങ്ങനെ ലവ് ജിഹാദ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് ക്രിസ്ത്യൻ ബിഷപ്സ് പോലും ചിലർ അഭിപ്രായപ്പെടുമ്പോൾ ഈ രണ്ട് വിഭാഗങ്ങളെ മാറ്റി നിർത്തി അതിൽ ഒരു വിഭാഗത്തെ തങ്ങളോടൊപ്പം ആക്കാനുള്ള ഒരു വ്യഗ്രത,
ഒരു പ്രത്യേക കക്ഷിയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് നിഷേധിക്കാനാവില്ല. ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ മാത്രമേ ഈ ജോസഫ് മാസിൻ്റെ കൈവിട്ടും അതിനുള്ള ശിക്ഷയും അതിനുള്ള പ്രതി ഒളിച്ചതോ ഒളിപ്പിച്ചതോ എന്തായിക്കൊള്ളട്ടെ അതെല്ലാം നമുക്ക് മനസ്സിലാവും. കാരണം ഈ പോപ്പുലർ ഫ്രണ്ട് ഇന്നും വർക്ക് ചെയ്യുന്നുണ്ട്. സർഫസിൽ പോപ്പുലർ ഫ്രണ്ട് ഇല്ല. പരകായ പ്രവേശം നടത്തി വിവിധ ചെറിയ ട്രസ്റ്റുകളിലൂടെയും സംഘടനകളിലൂടെയും ചില രാഷ്ട്രീയ കക്ഷികളിലൂടെയും ഒക്കെ രൂപമാറ്റം വന്ന രീതിയിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകർ അണികൾ ഇന്നും സജീവമാണ്. ആ പേരില്ലെന്നേ ഉള്ളൂ. നാളെ അവർക്ക് റീഗ്രൂപ്പ് ചെയ്ത് മറ്റൊരു രൂപത്തിൽ നിരോധനം 5 വർഷത്തിന് ശേഷം നീക്കാമെങ്കിൽ 5 വർഷത്തേക്കാണ് നിരോധനമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ആ നിരോധനം പിൻവലിക്കുമ്പോൾ ഉറപ്പായും തിരിച്ച് ആ രൂപത്തിൽ തിരിച്ചു വരികയും ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ കേരളത്തിൻ്റെ മനസ്സുകളെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ കേരളത്തിൻ്റെ ഇടത് വലത് ഭേദമന്യേ രാഷ്ട്രീയ കക്ഷികൾക്ക് പങ്കുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീജിത്ത് പണിക്കർ, ഇക്കാര്യത്തിൽ LDF ആണെങ്കിലും UDF ആണെങ്കിലും തുല്യമായ രീതിയിൽ തന്നെ പങ്കാളികളായിട്ടില്ലേ? അതിൽ ഒരു കക്ഷിയെ മാത്രം കുറ്റം ചാരുന്നു. അതാണല്ലോ B. ജയരാജ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പരാതി. ഇതിൽ CPM-ന്റെ പെടലിക്ക് എല്ലാം കൊണ്ട് വെക്കരുത് എന്ന്. അല്ല, നോക്കൂ, ഇത് നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിൻ്റെ കാലത്തിൽ ഉണ്ടാകുന്ന ഒരു വിഷയത്തിനെ പറ്റി പറയുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആ സർക്കാരിന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ഞാൻ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഉദ്ധരിച്ച ഉദാഹരണത്തെ തന്നെ എടുത്തിട്ടാണ് ഞാൻ അദ്ദേഹത്തിനോട് മറുപടി പറഞ്ഞതും. അപ്പോൾ അത് മറ്റൊരു സർക്കാരിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ അതിന് മുമ്പുണ്ടായിരുന്ന ഒരു കോൺഗ്രസ് സർക്കാരായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ സർക്കാർ എന്ന രീതിയിലൊന്നും അതിനെ കാണാൻ കഴിയില്ല. ഇനി കോമൺ ആയിട്ടുള്ള വളരെയധികം കാലം നിൽക്കുന്ന ഒരു വിഷയമാണ് എങ്കിൽ അത് ശരിയാണ്. ഇപ്പോൾ ഈ വിഷയം ഇതിന് ആസ്പദമായിട്ടിരിക്കുന്ന സംഭവം നടന്നിട്ട് ഒരുപാട് നാളുകൾ കഴിഞ്ഞു. അതിൽ NIA തന്നെ ആ കേസ് എടുത്തതിന് ശേഷം ഇപ്പോൾ 13 വർഷം കഴിഞ്ഞു. അത് നമുക്കറിയാം. അപ്പോൾ അതിനിടയ്ക്ക് ഇവിടെ ഒന്നിലധികം സർക്കാരുകൾ അല്ലെങ്കിൽ 2 വിഭിന്ന സർക്കാരുകളെങ്കിലും ഇവിടെ ഭരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇത് പറയുന്നത് ശരിയാണ്. പക്ഷേ അദ്ദേഹം ഇവിടെ ഉദാഹരിച്ച കാര്യം തെറ്റിപ്പോയി എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. ഇനി 2, നമ്മളിവിടെ പറയുന്നത് എന്ത് രീതിയിലുള്ള വർഗീയതയെക്കുറിച്ചാണ്. ന്യൂനപക്ഷ വർഗീയതയെ പറ്റി പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരതയെ പറ്റി പറയുന്ന സമയത്ത് അതൊരു റിയാലിറ്റിയാണ് എന്നതിനെപ്പറ്റി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് സംസാരിക്കാൻ കഴിയുകയുള്ളൂ. അത് ലോകത്ത് എല്ലായിടത്തുമുള്ള, ഇന്ത്യയിൽ പലയിടത്തുമുള്ള ഒരു സംഭവം കേരളത്തിലുണ്ട് എന്ന് ഇവിടെ ഉള്ള ആൾക്കാർ തന്നെ, അതായത് ഇതിനെ പറ്റി ആധികാരികമായിട്ട് പറയാൻ കഴിയുന്ന പോലീസ് സ്റ്റേഫ് ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്ന സമയത്ത് അതിനെ നെഗേറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു മോറൽ ഹൈ ഗ്രൗണ്ട് എടുക്കുക എന്നൊന്നും പറയുന്നതൊന്നും പ്രാവർത്തികമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെ ഇകഴ്ത്തുന്നതാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് പ്രശ്നം. അപ്പോൾ പല ആൾക്കാരെയും സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുമ്പോൾ ഇസ്ലാമിലുള്ള ആൾക്കാർ എല്ലാവരും നടത്തുന്ന തീവ്രവാദം എന്ന രീതിയിലൊക്കെ അതിനെ വിവക്ഷിക്കുന്നുണ്ട്. അത് തെറ്റാണ്. ആ രീതിയിൽ പ്രചരിപ്പിക്കാനായിട്ട് ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിലും തെറ്റാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ആസിഡ് അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മൾ പരക്കെ എതിർക്കുന്ന ഒരു കാര്യമാണ്. അത് ആസിഡ് മോശമായതുകൊണ്ടല്ല, ആസിഡിനെ അറ്റാക്കിന് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്നത് ഇസ്ലാം മോശമായതുകൊണ്ടല്ല, നേരെ മറിച്ച് മതത്തിന്റെ പേരിൽ ഒരു ആശയത്തിനെ അനാവശ്യമായിട്ട് പ്രചരിപ്പിക്കാനായിട്ടുള്ള ശ്രമമാണ്. അപ്പോൾ അത് പറയുന്ന സമയത്ത് മറ്റൊരു സർക്കാർ ഇവിടെ ഭരിച്ചിട്ടില്ലേ, ഭൂരിപക്ഷ വർഗീയത എന്ന് പറയുന്ന ഒരു വിഷയമാണ് എന്ന് ഗാന്ധി വധത്തിന് ശേഷം RSS നിരോധിക്കപ്പെട്ടിരിക്കുന്ന പതിറ്റാണ്ടുകൾ മുമ്പുള്ള, അരനൂറ്റാണ്ട് മുമ്പുള്ള ഒരു കാര്യത്തിനെ വെച്ചുകൊണ്ട് ആ സമയത്തുണ്ടായിരുന്ന അവരുടെ പ്രവർത്തനം, അതിന്റെ വർഗീയത, ഇതൊക്കെ വേറെ കോണ്ടെക്സ്റ്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് ശരിയാണ്. ഇവിടെ കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ സംസ്ഥാന മുഖ്യമന്ത്രി അദ്ദേഹം കണ്ണൂരിൽ നിന്നുള്ള ആളാണ്. അത് സെക്യൂരിറ്റിയുടെ കാര്യം പറയുമ്പോൾ പോലീസ് സംവിധാനം എപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പമുള്ളതാണ്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹമാണ്. അപ്പോൾ എന്തൊക്കെ ഡിഫൻസ് പറഞ്ഞാലും ഇതിന്റെ ഉത്തരവാദിത്വം ആഭ്യന്തര വകുപ്പിന് തന്നെയാണ്. കാരണം മൂക്കിന് താഴെ എന്നുള്ള പ്രയോഗം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രയോഗത്തിൽ വരുന്നത്. അതാണ് ഇവിടെ കണ്ടത്. പ്രധാനപ്പെട്ട പ്രശ്നം മഞ്ജുഷ്, ഇതിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഒരു വൺ ഓഫ് ഇൻസിഡന്റ് ആണ് എങ്കിൽ നമ്മൾ എല്ലായ്പ്പോഴും ബെനിഫിറ്റ് ഓഫ് ദി ഡൗട്ട് എന്ന് പറയുന്നത് അവർക്ക് കൊടുക്കാം. ഇത് നടാടെയുള്ള ഒരു സംഭവമാണ്, നമുക്ക് ഇതിനെപ്പറ്റി അറിയില്ല. പക്ഷെ അങ്ങനെയാണോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് IS-മായി ബന്ധപ്പെട്ട് തന്നെ കേരളത്തിൽ വിവിധ ജില്ലകളിൽ കേസുണ്ട്. ഒരു ജില്ലയിൽ തന്നെ ഒന്നിലധികം കേസുകളുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പരമ്പരയായിട്ട് തന്നെ ഇത് വരികയും അതുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ആഭ്യന്തരമായിട്ടുള്ള സംസ്ഥാനത്തിൻ്റെതായിട്ടുള്ള അന്വേഷണ സംവിധാനമാണെങ്കിലും ഇന്റലിജൻസ് സംവിധാനമാണെങ്കിലും കൂടുതൽ ജാഗ്രത കാണിക്കണം എന്നുള്ളത് ഒരു തെറ്റായിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ ആണോ? അപ്പോൾ പിണറായി വിജയന്റെ പോലീസ് കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, ഇന്റലിജൻസ് സംവിധാനം കൂടുതൽ ജാഗ്രതയോടുകൂടി കാര്യക്ഷമമായി പ്രവർത്തിക്കണം എന്ന് പറയുന്ന ഒരു ശരിയായ വിമർശനമല്ലേ? അപ്പോൾ അതുപോലും കേൾക്കാനുള്ള സഹിഷ്ണുതയില്ലാതെ ഇതെല്ലാം തന്നെ നോക്കൂ, എല്ലാത്തിനും കുറ്റക്കാരൻ പിണറായി വിജയനാണ്, അദ്ദേഹത്തിന്റെ പോലീസാണ് എന്ന് പറയുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രചരണം വരുന്നിടത്താണ് പ്രശ്നം. അപ്പോൾ ഇതിൽ സാന്ദർഭികമായിട്ടാണെങ്കിലും ഈ ചർച്ചയിൽ ഇപ്പോൾ ലവ് ജിഹാദിനെ പറ്റി പറഞ്ഞുപോയി. ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയുടെ ആശയമാണ്, അല്ലെങ്കിൽ അവരത് പ്രചരിപ്പിക്കുന്നതാണ് ശരി. പക്ഷെ അതേ ആശയം തന്നെ LDF-ൽ നിന്ന് വന്നിട്ടില്ലേ? ജോർജ് എം തോമസ് എന്ന് പറയുന്ന പഴയ MLA
അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന പ്രതികരണം ശ്രീ ജയരാജ് ഉൾപ്പെടെ എല്ലാ ആൾക്കാരും മറന്നുപോയോ? പാർട്ടിയുടെ രേഖകളിൽ സർക്കുലറിൽ ഇങ്ങനെ ഒരു സംവിധാനം ഉള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്റെ മുന്നിലിരിപ്പുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് പെൺകുട്ടികൾ കൂടുതൽ ജാഗ്രത ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായിട്ട് ഇവിടെ മാധ്യമങ്ങളുടെ മുന്നിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പാർട്ടി രേഖകളിൽ ഉണ്ട്, ഞാൻ കണ്ടതാണ് എന്ന രീതിയിലത്തേക്ക് അഭിപ്രായം പറഞ്ഞിരിക്കുന്ന ആരാണ്? കേവലം ഏതെങ്കിലും ഒരു ഘടകത്തിലുള്ള ആരല്ല, നേരെ മറിച്ച് ആ പാർട്ടിയുടെ MLA ആയിരുന്ന, ജില്ലാ തലത്തിൽ ഇപ്പോഴും ചുമതലയിലുള്ള, അല്ലെങ്കിൽ ആ സമയത്ത് ചുമതലയിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ പേരിൽ നമ്മളൊരു ബിഷപ്പ് പാംപ്ലാനിയെ പറയുകയോ അല്ലെങ്കിൽ ആരെയെങ്കിലും നമ്മൾ കുറ്റം പറയുന്ന സമയത്ത് ഇതിനെ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ മാത്രം പ്രശ്നമാണെന്നോ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ മാത്രം അജണ്ടയാണോ എന്ന് പറയുന്ന സമയത്ത് ജോർജ് എം തോമസിന്റെ പ്രസ്താവനയെ നമ്മൾ തമസ്കരിക്കാൻ പാടില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി പറയുന്ന പല ആൾക്കാരുമുണ്ട്. ഞാൻ ഇതിൽ കാണുന്ന പ്രധാനപ്പെട്ട വിഷയം, നമ്മളൊരു കോർ ഇഷ്യൂവിനെ എടുക്കുന്നു. ആ ഇഷ്യൂവിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് എന്തായിരുന്നു? ഈ വിഷയത്തിൽ മട്ടന്നൂരിൽ വളരെ കേന്ദ്രീകൃത, ഈ റിമോട്ട് സ്ഥലമൊന്നുമല്ലല്ലോ, നമ്മൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു റിമോട്ട് സ്ഥലത്ത് കാട്ടിനകത്തിൽ പോയി താമസിക്കുന്ന ഒരാളിനെ പറ്റിയല്ല. ഈ ചർച്ചയിൽ തന്നെ ഇതിനോടകം തന്നെ മാവോയിസ്റ്റുകളെ പറ്റി പറഞ്ഞു. മാവോയിസ്റ്റുകളുടെ ഏതെങ്കിലും ദളത്തിൽ നിന്ന് അവർ ഏതെങ്കിലും കാട്ടിൽ ഒരു മൂലയിൽ പോയി താമസിക്കുന്ന കാര്യമൊന്നുമല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് പ്രോപ്പറായിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ മനുഷ്യവാസമുള്ള ഒരു പ്രദേശത്ത്, പാർട്ടികൾക്ക് വളരെ വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലത്ത്, CPM ഏറ്റവും കൂടുതൽ വോട്ട് നേടി ജയിക്കുന്ന ഒരു സ്ഥലത്ത് ഒരാളിവിടെ വർഷങ്ങളായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 13 വർഷം താമസിച്ചോ നമുക്കറിയില്ല, പക്ഷേ ഈ പറയുന്നത് കേട്ടിട്ട് ചുരുങ്ങിയത് 2 വർഷമോ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 9 മാസമോ അയാൾ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരാളിനെ പറ്റിയിട്ട് യാതൊരു വിധത്തിലുള്ള ഇന്റലിജൻസും നമ്മുടെ സംവിധാനത്തിന് കിട്ടിയിട്ടില്ല എന്ന് വെച്ചാൽ അതിനർത്ഥം ജോസഫ് മാഷുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണത്തിൽ കേരള പോലീസ് ശ്രദ്ധിക്കുന്നേ ഉണ്ടായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, MS അനീഷ് കുമാർ ഞങ്ങളുടെ പ്രതിനിധി ബേരകത്ത്, മട്ടന്നൂരിലെ ബേരകത്ത്, അവിടെയാണ് സജാദ് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. അവിടെ നാട്ടുകാരുടെ പ്രതികരണം അനീഷ് എടുത്തിരുന്നു, അതിലേക്കൊന്ന് പോയിട്ട് വരാം. അതെ, കൊണ്ടുവന്നതായിട്ടാണ് കാണുന്നത്, വേറെ ഒന്നും കണ്ടില്ല. എന്നുവെച്ചാൽ സംഭവം അറിയത്തില്ല. ഇത് പൊളിച്ചൊക്കെ 6:15 ഇപ്പൊ 6:30 ആവുമല്ലോ ശരിക്ക് വെളിച്ചം വരാൻ. അതിൽ നമ്മൾ പൊളിച്ച് കൊണ്ടുപോയി. അപ്പോൾ പോയി ചാനൽ വന്നതിന് ശേഷം നമ്മൾ അറിയുന്നല്ലോ ഇങ്ങനെ ഒരു നമ്മുടെ വീട്ടിൻ്റെ ഇടവലത്തൊരു പ്രതിയാന്ന് ജീവിച്ചതെന്ന്. അത് പോലീസ് ഡ്രസ്സിൽ 4 ആളില്ലായിരുന്നു, ബാക്കി മൊത്തത്തിൽ 10-20 ആളുണ്ടായിരുന്നു. ഞാൻ ആ വീട്ടിൻ്റെ മുറ്റത്തോടെ പോയി. അപ്പോൾ അവിടെ തന്നോട് പറഞ്ഞ് നിങ്ങളുടെ വെക്കണ്ട, നിങ്ങൾ തായിക്ക് തന്നെ പോടുമെന്ന് പറഞ്ഞിട്ട് ഞാനപ്പോഴും ഗിരിയും പോന്നു. ഇല്ല, ഒന്നും ചോദിച്ചില്ല. അവർ പറഞ്ഞ് പിന്നെ ഇതിലേക്ക് ഇടപെടണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അവർ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുമല്ലോ. കക്ഷിയായിട്ടൊന്നുമില്ല, കണ്ടാൽ ഇങ്ങനെ കണ്ട് പഠിക്കില്ല അല്ലെങ്കിൽ പഠിക്കുമെന്നാന്ന് ഇങ്ങനെ പറഞ്ഞ് അപ്പാട് പോയി പോകും. വേറെ കൂടുതൽ കഥകളൊന്നും ഈ 1-1.5 കൊല്ലത്തിലിടക്ക് നമ്മളുമായിട്ട് ഒന്നുമില്ല, നിന്ന് വർത്താനുമില്ല. അതാണ് ഇത്രയും അടുത്തായിട്ട് നമ്മളോട് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ തന്നെ പറയാൻ തന്നെ പാടില്ല. ഇത് ഇല്ല, ഭാര്യനെ ആർക്ക് ശരിക്കും പറഞ്ഞാൽ അർജന്റും കൂടെ ഇപ്പം 2-3 ആളെ കൂട്ടത്തെ കൊണ്ടാച്ചാൽ നമ്മളെ ഇടവലത്തേക്കുന്ന ഇവളെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നുവെച്ചാൽ ശരിക്കും കണ്ടില്ല. ഇല്ല, സംസാരിക്കുകയൊന്നും ചെയ്യാറില്ല. ജസ്റ്റ് ഇങ്ങനെ കാണിച്ചിട്ട് അങ്ങ് പോകും. രാവിലെ മുഖം ഇങ്ങനെ ഇങ്ങനെ മണങ്ങിയിട്ട് പോകുന്ന പോലെ മുഖം താഴത്തോട്ടാക്കിയിട്ട് എപ്പോഴും ഇങ്ങനെ ഇറങ്ങിയിട്ട് പോകുന്നതാണ്. വേറെ അങ്ങനെ ഇതൊന്നുമില്ല. പിന്നെ ഇന്ന് രാവിലെയാണ് 7:30 ഇങ്ങനെ വല്ലിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു ടീം ഇങ്ങനെ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് അവിടുന്ന് ഇറങ്ങിയിട്ട് വരുന്നതാണ്. അന്നേരം ഇവരെ മുഖത്തെല്ലാം ഇങ്ങനെ മുഖം മൂടിയെല്ലാം കെട്ടി ബേക്കിൽ കൈയെല്ലാം വിലങ്ങ് വെച്ചിട്ടാണ് ഇറക്കിയിട്ട് കൊണ്ടുവരുന്നതാണ്. നമ്മൾ വിചാരിച്ച് ഇങ്ങനെ എന്തെങ്കിലും MDMA ഇപ്പം കാണുന്ന പോലെ MDMA കഞ്ചാവ് അങ്ങനെയാറ്റം പിടിച്ചിട്ടേറ്റം കൊണ്ടുപോകുന്ന ഒരു ബാഗും ഉണ്ടായിരുന്നു. അങ്ങനെയാറ്റം അതിലാറ്റം എന്തോ പിടിച്ചിട്ട് കൊണ്ടുപോകുന്നതാണെന്നാണ് വിചാരിച്ചത്. നോക്കുമ്പോൾ പിന്നെ ക്ലാസ്സിലെത്തിയവരുണ്ട്, ഇങ്ങനെ പഠിക്കാൻ പോകുന്നുണ്ടായിരുന്നു. ഇവിടെ ക്ലാസ്സിലെത്തിയവരുണ്ട് ന്യൂസിൽ കാണുന്നു ഇങ്ങനെ ഒരുത്തം വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ് ഇന്നലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതാണ് സംഭവം ആയിട്ട്. എന്നാലും ഭയങ്കര ഞെട്ടിപ്പോയിനു. हाँ, इधर में वो काम कर रहा था 15 डेज से इधर में, बस इतना मालूम है. आज सुबह में वो पुलिस वाला उसको ले गया, फिर पता चला, पूरा न्यूज वाला आया, फिर मालूम चला कि वो एक आदमी का हाथ कटिंग करके. മട്ടന്നൂർ ബേരകത്ത് നിന്നുള്ള നാട്ടുകാരുടെ പ്രതികരണമാണ് കണ്ടത്. ഇവിടെ നിന്നാണ് സജാദിനെ NIA പിടികൂടിയത്. അവസാനമായി ശ്രീ ജയരാജ്, നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഇതൊരു മൂക്കിന് താഴെ ഈ സംഭവം നടന്നിട്ടും അറിയുന്നില്ല കേരള പോലീസ് ഒന്നും. സ്ലീപ്പിംഗ് സെല്ലുകളെ കുറിച്ചൊന്നും ഒരു ബോധവുമില്ല കേരള പോലീസിന്. പല സംഭവങ്ങളിലും ഉത്തർപ്രദേശിൽ നിന്നും ഒക്കെ സംഘം വന്നിട്ടാണ് ഇവിടെ നിന്ന് ആളുകളെ കൊണ്ടുപോകുന്നത്. സാങ്കേതികമായ ചില പ്രശ്നമുണ്ട്. എന്തായാലും ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ശ്രീജിത്ത് പണിക്കർ, ശ്രീ മോഹൻ വർഗീസ്, MK ഹരിദാസ്, ഡോക്ടർ B ജയരാജ്. പോയിന്റ് ഡിബേറ്റ് അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.